വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദി ദിവ്യചക്ഷുഷേ ശ്രേയപ്രാപ്തിനിമിത്തായ നമഃ സോമാർദ്ധധാരിണേ യദീയശക്ത്യനാവിഷ്ടം ജഗത്സ്പന്ദിതുമക്ഷമം ഉക്തിഭിസ്തമപഹ്നോതും കശക്തഃ പരമേശ്വരം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ സദ്ഗുരു മഹാരാജ് കി ജയ്. മീമാംസ അനുക്രമണികയാണ് നമ്മുടെ വിഷയം. മീമാംസ ദർശനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മണ്ഡനമിശ്രൻ തയ്യാറാക്കിയതാണ്. അതിലും സംഗ്രഹിച്ച ഭാഗം മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇന്നലെ അതിനെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്ഘാടനവും പരിചയപ്പെടുത്തലും കഴിഞ്ഞു. അതിലെ ദർശനശാസ്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ മീമാംസയുടെ സവിശേഷതയെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് കരുതുന്നു. എന്നാലും വിഷയപ്രവേശത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് മീമാംസ എന്താണ്, എന്തിനാണത് പഠിക്കേണ്ടത്, അതും വേദവുമായിട്ടുള്ള ബന്ധം, അപ്പം അതറിയാൻ വേദത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉദ്ദേശം, എന്തിനാണ് വേദം പ്രവർത്തിക്കുന്നത്, അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ മീമാംസയുടെ യഥാർത്ഥമായ ആ സ്വരൂപം, അതിൻ്റെ നമുക്ക് ജീവിതത്തിലുള്ള നമ്മുടെ അതിൻ്റെ ഉപയോഗം ഒക്കെ നമുക്ക് വ്യക്തമായി കിട്ടുള്ളൂ. അപ്പോൾ വേദത്തെ കുറിച്ച് പറയുമ്പോൾ 4 വേദങ്ങളുള്ളത് നിങ്ങൾക്കറിയാം. വേദം എന്താണ് ഉദ്ദേശിക്കുന്നത്? വേദത്തിൻ്റെ ഉദ്ദേശം ഒരു വ്യക്തിയെ അയാളുടെ ജീവിതത്തിൽ തന്നെ 4 പുരുഷാർത്ഥങ്ങളും പ്രാപിച്ചെടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവർഗ പുരുഷാർത്ഥം, അത് സാധിപ്പിക്കാൻ എന്തൊക്കെ ആവശ്യമായി വേണമോ അതെല്ലാം വേദം പ്രതിപാദിക്കുന്നു. അപ്പം അതില് ധർമ്മം, അർത്ഥം, കാമം, പിന്നെ മോക്ഷം. ഇതിലെ ധർമ്മം, അർത്ഥം, കാമം എന്നുള്ളത് 3 ഒരു വിഭാഗത്തിൽപ്പെടുത്തിയാൽ അതിനെ നമുക്ക് ഭോഗസംബന്ധിയായിട്ടുള്ള പുരുഷാർത്ഥം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രവൃത്തി സംബന്ധമായിട്ടുള്ള പുരുഷാർത്ഥം എന്ന് പറയാം. മോക്ഷത്തിലേക്ക് പോകുമ്പോൾ അത് നിവൃത്തിയായ, വൈരാഗ്യത്തെ സാധനയാക്കിയ, ജ്ഞാനത്തെ സാധനയാക്കിയ പുരുഷാർത്ഥമാണ്.
അപ്പം ഇതിൽ വേദത്തിൻ്റെ ഉദ്ദേശം നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന മനുഷ്യജന്മം ഉണ്ടാകും. ആ മനുഷ്യജന്മം ഉണ്ടാകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകാവുന്ന എല്ലാ ആഗ്രഹങ്ങളെയും ചിട്ടപ്പെടുത്തി ഒരു ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പല അവസ്ഥകളിലായിട്ട് അതെല്ലാം പ്രാപിച്ചെടുക്കുക. അങ്ങനെ പ്രാപിച്ചു കഴിയുമ്പോൾ ആ ഭോഗങ്ങളുടെ വസ്തുക്കളുടെ അനുഭവങ്ങളുടെ യഥാർത്ഥ രൂപം അയാൾക്ക് ബോധ്യപ്പെടുന്നതായി വരികയും പിന്നീട് അതിൽ നിന്ന് മുന്നിലേക്ക് ചിന്തിക്കാൻ, അതിൽ തൃപ്തമായി കഴിഞ്ഞാൽ അതിൽ മുന്നിലേക്ക് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ അയാളോട് പോയി ജ്ഞാനത്തിൻ്റെയോ ഭഗവത് ദർശനത്തിൻ്റെയോ മോക്ഷത്തിൻ്റെയോ വേദാന്തത്തിൻ്റെയോ ഒക്കെ ഉപദേശങ്ങൾ ചെയ്താൽ അയാൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സിലേക്ക് അത് കടക്കില്ല. അപ്പോൾ ഭക്ഷിക്കാൻ വകയില്ലാതെ വിശന്നിരിക്കുന്ന ഒരാളിന് ആദ്യം വേണ്ടത് ഉചിതമായ ഭക്ഷണമായിരിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ തൃപ്തി വന്നാൽ പിന്നെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അയാളത് ശ്രവിക്കാൻ തയ്യാറാകും. ഇത് സാമാന്യമായി നമ്മൾ അറിയുന്ന കാര്യമാണ്. അതുപോലെ സുഖങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇഹലോക സുഖങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളിനോട്, അല്ല ഇതെല്ലാം ത്യജിക്കണം, ഇതൊക്കെ മായയാണ്, ഇതിലൊന്നും സത്യത്വം പാടില്ല, ധനം കൊണ്ട് എന്ത് പ്രയോജനം, ഈ ശരീരം കൊണ്ട് തന്നെ എന്ത് പ്രയോജനം, സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നശ്വരങ്ങളാണ് എന്നൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അയാളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത അതൊരിക്കലും ഈ ഉപദേശങ്ങൾക്ക് വില കൊടുക്കില്ല. ഈ ഉപദേശങ്ങൾ പിന്നെപ്പോഴോ വേണ്ടതാണ്, അസ്ഥാനത്താണ് ഈ ഉപദേശം സംഭവിക്കുന്നതെന്നാണ് അയാൾ ചിന്തിക്കുക. ഇത് വളരെ സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ആർഷപരമ്പരയിൽ വൈദിക ഋഷികൾ ഈ മാനസികാവസ്ഥയെ ശരിയായിട്ട് അടുത്തറിഞ്ഞു ഒരു മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഉത്തമമായ ആ ഹിതം അല്ലെങ്കിൽ പരോപകാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ആ ഒരു ഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഏത് തലത്തിൽ എപ്പോഴാണ് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നതാണ് അതിൽ ചിന്തിക്കേണ്ട വിഷയം. അക്കാലത്ത് തന്നെ അങ്ങനെയുള്ള ആചാര്യന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് വേദത്തിൻ്റെ ഉദ്ദേശം കേവലം മോക്ഷമാണ്, മറ്റു പറയുന്നതൊക്കെ കർമ്മങ്ങളൊക്കെ ആ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ള ഉദ്ദേശമൊന്നും വേദത്തിനില്ല എന്ന് നമ്മുടെ ആധുനിക ആചാര്യന്മാർ പറയുക തന്നെ ഉണ്ടായി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഭർതൃമിത്രൻ എന്നൊക്കെ പറഞ്ഞ ആചാര്യന്മാരുണ്ടായിരുന്നു. ഭർതൃമിത്രനും ഭർതൃപ്രപഞ്ചനും രണ്ടാണ്. ഭർതൃപ്രപഞ്ചൻ എന്ന ഒരാചാര്യൻ വേദാന്തത്തിൽ ഭേദാഭേദവാദത്തെ പറയുന്ന ആചാര്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഭാഷ്യത്തിലും വാർത്തികത്തിലുമൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭേദാഭേദ മതത്തിൻ്റെ ഖണ്ഡനവും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഭർതൃമിത്രൻ എന്ന മറ്റൊരാചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ
വാർത്തികത്തിലും, കുമാരലി ഭട്ടന്റെ വാർത്തികത്തിലും പ്രഭാകരന്റെ ഗ്രന്ഥത്തിലും മറ്റും അങ്ങനെ വലിയ ഗ്രന്ഥങ്ങളിൽ എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്. അപ്പോ ലൗകികമായ സുഖങ്ങളെ വേദം അംഗീകരിക്കുന്നില്ല, എല്ലാത്തിനും ഉത്തമമായ മോക്ഷത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്ന് അന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. പക്ഷേ അത് ശരിയല്ല എന്ന് പിന്നെ വന്ന ആചാര്യന്മാർ പറയുകയും ആ രീതിയിൽ താങ്കൾ പറഞ്ഞാൽ അത് ഒരു തരത്തിൽ അവൈദികമാകും, മാത്രമല്ല അത് നാസ്തികതയും കൂടിയാണ്, ഒരു തരത്തിലുള്ള നാസ്തികതയാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, വേദത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും മഹത്വം നമ്മുടെ ജീവിതത്തിൽ എന്താണ്, അത് പ്രതിപാദിക്കാൻ വേദം എന്താണ് ഉദ്ദേശമായി വച്ചിരിക്കുന്നത്, ഏത് അധികാരിയെ ഉദ്ദേശിച്ചാണ് പ്രതിപാദിക്കുന്നത്, ഏത് അവസ്ഥയിലാണ് പ്രതിപാദിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിപ്പോൾ നമ്മൾ മീമാംസയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, വേദത്തിൽ പറഞ്ഞ ഓരോ കാര്യവും ഋഷിവചനങ്ങളാണ്, അതിലെ ഓരോ വാക്കും സത്യമാണ്, ഒരക്ഷരവും ഒരു മാത്രയും പോലും വ്യർത്ഥമായിട്ടില്ല എന്നാണ് മീമാംസകര് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 4 പുരുഷാർത്ഥങ്ങളെ മുഖ്യമായ ഉദ്ദേശത്തിൽ വച്ച് അതിലേക്ക് ഈ പറയുന്ന മനുഷ്യ അധികാരികളെ, അധികാര അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിസ്തരിക്കും, 6-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുപോവുക, പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതില് മുന്നേറി നിൽക്കുന്ന ആഗ്രഹങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ജീവിതത്തിൽ മുന്നേറി നിൽക്കുന്ന ആഗ്രഹങ്ങളാണ്, അതിനെ ശാസ്ത്രീയ ഭാഷയിൽ സ്വാഭാവിക കർമ്മങ്ങളെന്ന് പറയും. സ്വാഭാവിക കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ നൈസർഗികമായിട്ട് എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെ മനുഷ്യനും ഉണ്ടായിട്ടുള്ള കർമ്മങ്ങൾ. കർമ്മങ്ങളെന്ന് പറയുമ്പോൾ കർമ്മങ്ങൾക്ക് മുമ്പുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികൾ, ഇതിനെയാണ് സ്വാഭാവിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വാഭാവിക കർമ്മങ്ങളിൽ ആഹാരം, നിദ്ര, ഭയ, മൈഥുനം, ഇതിനെയാണ് സർവപ്രാണി സഹജമായ സ്വാഭാവിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇത് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റില്ല, ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആഹാരം, നിദ്ര, ഭയ, മൈഥുനം. ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ വരുന്നു. അതായത് നമ്മൾ ജോലിയെടുക്കുന്നതും സമ്പാദിക്കുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ ആഹാരമായിട്ട് സംബന്ധിച്ചാണ്. നമുക്ക് ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, ആഹാരമായിട്ട് സംബന്ധിച്ച് എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ മൊത്തം ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങനെയാണോ എന്ന് സംശയം തോന്നും. ഭയം, ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്നത് തന്നെ ഒരു തരത്തിൽ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. മറ്റു ജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകരുത്, നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയണം, ഉറങ്ങാൻ കഴിയണം, ചൂടിൽ നിന്ന് രക്ഷപ്പെടണം, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണം, കാറ്റിൽ നിന്ന് രക്ഷപ്പെടണം. ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് നമ്മളൊരു വീടുണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഭയസംബന്ധമായിട്ട് ഏറ്റവും മുഖ്യമായ മരണഭയം ഉൾപ്പെടെയുള്ള ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനേകം ഉപായങ്ങൾ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്വാഭാവികമാണ്. ആഹാരം ഒഴിവാക്കാവുന്നതല്ല, അതും സ്വാഭാവികമാണ്. പിന്നെ നിദ്ര, വിശ്രമം വേണ്ടത്, അതും സ്വാഭാവികമാണ്, എല്ലാ ജീവികൾക്കുള്ളതാണ്. മൈഥുനം, സന്താനോത്പത്തി, അതും എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ശരീര സഹജമായ നൈസർഗികമായ ഒരു ഭാവമാണ്, ഒരു പ്രവൃത്തിയാണിത്. അപ്പൊ ഈ 4 ഉണ്ട്.
അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഈ 4 നോക്കിയാൽ ഇതിനെ ചിട്ടപ്പെടുത്തിയും നമുക്ക് ആചരിക്കാം, ചിട്ടപ്പെടുത്താതെയും ആചരിക്കാം. അതായത് തോന്നും പോലെ ആഹാരം കഴിക്കുക, തോന്നുന്നത് പോലെ പ്രവൃത്തികൾ ചെയ്യുക, തോന്നുന്നത് പോലെ തന്നെ ഉറങ്ങുക, എഴിക്കുക, അതുപോലെ മൈഥുനാദി ആചാരങ്ങളൊക്കെ തോന്നുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെ അവ്യവസ്ഥിതമായിട്ട് നമുക്ക് ചെയ്യാം. ഇതിനെ തന്നെ വ്യവസ്ഥിതപ്പെടുത്തിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാഭാവിക കർമ്മങ്ങളെ, ഇതുമായിട്ട് വരുന്നതെല്ലാം സ്വാഭാവിക കർമ്മങ്ങളാണ്. ബേസിക്കലി 4 ആയിരിക്കും. അപ്പൊ ഈ സ്വാഭാവിക കർമ്മപ്രവൃത്തി എന്ന് വേദാന്തത്തിലും ഈ ദർശനശാസ്ത്രങ്ങളിലും ഒക്കെ പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കർമ്മപ്രവൃത്തികളെയാണ്. ഇതില് നമ്മളിൽ ഔകികമായി ആഗ്രഹിക്കുന്ന സുഖങ്ങളൊക്കെ ഉൾപ്പെടും. അതായത് സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അനായാസം കാര്യസിദ്ധിക്കുള്ള പ്രയത്നമാണ്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ സ്വാഭാവിക പ്രവൃത്തികളെ ഒഴിവാക്കാൻ പറ്റാത്തതിനെ വേദം വ്യവസ്ഥിതമാക്കുന്നു. അതായത് ആഹാരം കഴിക്കേണ്ടത് എങ്ങനെ, എന്താഹാരം കഴിക്കണം, എപ്പോ കഴിക്കണം, അങ്ങനെ കഴിച്ചാലുണ്ടാകുന്ന ഗുണം, അതിനെക്കുറിച്ച് വ്യവസ്ഥിതമായി പറയുന്നു. ഏത് രീതിയിലുള്ള ആഹാരങ്ങൾ തുടർന്ന് കഴിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ 4 പുരുഷാർത്ഥങ്ങളെയും സാധിച്ചെടുക്കാം. അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും ഇത് ലക്ഷ്യമായിട്ട് വെക്കണം. സാധാരണ നമ്മൾ മറന്നു പോകുന്ന, തിരിച്ചറിയാത്ത ഒരു വസ്തുതയാണ് വേദത്തിന്റെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോഴും ഓരോ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോഴും വേദത്തിന്റെ ലക്ഷ്യം നമ്മളെ ഈ 4 പുരുഷാർത്ഥങ്ങളിലേക്കും കൊണ്ടുപോവുക. അപ്പൊ അതിലെ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും സാമാന്യമായി പറയുമ്പോൾ, വിശേഷമായി പറയുമ്പോൾ ജന്മനാ തന്നെ വിരക്തരായി ജനിക്കുന്നവർക്ക് നിവൃത്തി മാർഗം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയും ഒരു പക്ഷം, ഒരു വികല്പമുണ്ട്. അതല്ലെങ്കിൽ സ്വാഭാവികമായ രീതി. ഇപ്പൊ നമ്മൾ സാമാന്യമായ അധികാരികൾ എടുത്തുകൊണ്ടാണ് ഈ ഉപോദ്ഘാതം സംസാരിക്കുന്നത്. അപ്പൊ അതില് ആഹാരം എങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന 4 പുരുഷാർത്ഥങ്ങളെയും പ്രാപിക്കാനുള്ള ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും ബുദ്ധിയും നിങ്ങൾക്കുണ്ടായി വരും. അപ്പൊ അങ്ങനെ ചിലത് കഴിക്കണം, ചിലത് കഴിക്കരുത്, സമയത്തിന് കഴിക്കണം, അതിനു മുമ്പേ പ്രാർത്ഥന ചെയ്ത് കഴിക്കണം എന്നൊക്കെ വ്യവസ്ഥിതപ്പെടുത്തി. അല്ലാതെ നമ്മളെ അങ്ങനെ നിയമത്തിൽ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നീരസം ഉണ്ടാക്കുക എന്നുള്ളത് ഋഷിമാരുടെ ഉദ്ദേശമല്ല, വേദത്തിന്റെ ഉദ്ദേശമല്ല. കാരണം ഋഷിമാർക്ക് അവരുടെ രീതിയിൽ യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ല. അപ്പൊ അവര് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. ഇക്കാര്യം നമുക്ക് സാമാന്യ ലൗകിക ബുദ്ധിയിൽ അറിയാൻ പറ്റില്ല. ഈ ലൗകിക ബുദ്ധി എന്ന് എന്ത് പറയണതാണ്? ഈ സ്വാഭാവിക കർമ്മങ്ങൾക്ക് അധീനമായി മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് ലൗകിക ബുദ്ധി എന്ന് പറയുന്നത്. അതിലറിയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അത് വ്യവസ്ഥിതമായി പറയുമ്പോൾ അതനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ബുദ്ധിയും മനസ്സും ഒക്കെ സ്ഥിരമായി അതിൻ്റെ ശുദ്ധി ഉണ്ടായി ജ്ഞാനം പ്രാപിക്കാനുള്ള ഗുണം കിട്ടും. ഇത് നമ്മുടെ പരമ്പരാഗതമായ ഏത് നമ്മുടെ ഗ്രന്ഥങ്ങളിലും കഥകളിലൊക്കെ നോക്കിയാൽ ഇത് മനസ്സിലാകും. അതുപോലെ ഭയമുണ്ട്. അപ്പോൾ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അതെന്തൊക്കെയായിരിക്കണം നമ്മൾ ചെയ്യുന്നത്? അതിൽ വരുമ്പോൾ ശാരീരികമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നു. ആയുർവേദത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അതും വ്യാഖ്യാനിക്കുന്നു. അതുപോലെ നിത്യം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആരോഗ്യപരമായും മാനസികപരമായും ഉണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഭയത്തിൽ നിന്ന് നമ്മളെ
വിമുക്തമാക്കാനുള്ള വഴികൾ. അങ്ങനെ നിദ്രയുടെ സമയത്തെക്കുറിച്ച് പറയുന്നു. എപ്പോ ഉറങ്ങണം, എപ്പോ എഴുന്നേൽക്കണം, എത്ര സമയം ഉറങ്ങണം, രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ, ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ധർമ്മചിന്തനവും നല്ല ചിന്തനങ്ങളും ചെയ്താൽ മനസ്സിലുണ്ടാകുന്ന ഉന്മേഷവും മറ്റും ബുദ്ധിവികാസത്തിന് കാരണമായി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉറങ്ങണ്ട എന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉറക്കം വേണം, പക്ഷെ അത് വ്യവസ്ഥിതമാകണം. വ്യവസ്ഥിതമായാൽ ഭാവിയിൽ അത് നമുക്ക് പുരുഷാർത്ഥത്തിന് ഉപയോഗിക്കുന്നതാകും. അപ്പൊ ഈ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാൻ ഉള്ള അധികാരിത്വം ഏത് ക്രമത്തിലാണോ ഉണ്ടാകുന്നത്, ആ പുരുഷാർത്ഥങ്ങളോട് ഒരു വ്യക്തി എത്രത്തോളമാണോ അടുക്കുന്നത്, അതിനനുസരിച്ചാണ് അയാളുടെ അധികാരിത്വ ലക്ഷണം വേദം പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പുരുഷാർത്ഥങ്ങളെ വ്യവസ്ഥിതമാക്കുന്നതോടൊപ്പം ഈ പറയുന്ന ജീവിതചര്യയും വരുന്നു. ആ ജീവിതചര്യ വ്യവസ്ഥിതമാക്കുമ്പോൾ അതിൽ വിശേഷമായി പറയുന്ന ഉപായങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ വിശേഷ ഉപായങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ ലക്ഷണം തന്നെ ശ്ലോകവാർത്തികത്തിൽ പറയുന്നത്, ഈ വിശേഷ ഉപായങ്ങൾ, ഈ 4 പുരുഷാർത്ഥങ്ങളെ ഒരു ജീവിതത്തിൽ എല്ലാവർക്കും പ്രാപിക്കാനുള്ള വിശേഷ ഉപായങ്ങളിൽ അലൗകികമായ ഉപായങ്ങളാണ് വേദം പറയുന്നത്. ലൗകികമായ ഉപായങ്ങൾ സാമാന്യമായി നാം അറിയുന്നതാണ്. അപ്പൊ അതില് അലൗകികമായ ഉദ്ദേശത്തെക്കുറിച്ച് പറയും, സാധനയെക്കുറിച്ച് പറയും. അലൗകികമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആഹാര വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആഹാരത്തിൻ്റെ ക്രമം പറഞ്ഞാൽ ആ ക്രമം സാധാരണ നമുക്ക് അറിയാൻ കഴിയാത്തതാണ്. അങ്ങനെ ക്രമത്തിൽ ആഹാരം കഴിച്ചാലുള്ള ഫലത്തെക്കുറിച്ച് നമുക്കറിയില്ല, അല്ലെങ്കിൽ സാമാന്യ ലോകർക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതല്ല. അപ്പൊ അത് അലൗകികമാണെന്ന് പറയും. അതുപോലെ ഓരോ വിഷയത്തെക്കുറിച്ച് അതിലെ ആ ലക്ഷണം പറയുന്നത്, പ്രത്യക്ഷേണ അനുമീത്യാവാ യസ്തുപായോ ന വിദ്യത്തെ ഏതം വിന്ദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. പ്രത്യക്ഷ ഉപായം കൊണ്ടും ഊഹിച്ചെടുക്കുന്ന അനുമാനാദികൾ കൊണ്ടും ഏതൊരു ഉപായമാണോ നമുക്ക് പ്രാപ്തമാകാത്തത്, അതാണ് വേദം പറഞ്ഞു തരുന്നത്. അതിലാണ് വേദത്തിൻ്റെ വേദത. പ്രത്യക്ഷേണ അനുമീത്യാവാ യസ്തുപായോ ന വിദ്യത്തെ ഏതം വിന്ദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. അപ്പൊ ഇതിൽ നിന്ന് വേദത്തിൻ്റെ സ്വരൂപം നമുക്ക് സ്പഷ്ടമാകും. ഈ വിശേഷ കാര്യങ്ങളെ, വിശേഷ ഉപായങ്ങളെ പറഞ്ഞു തരുന്നതിലാണ് വേദത്തിൻ്റെ വേദത. അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയുന്നതോ, ബാക്കി കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ, അത് വേദം പറയുകയാണെങ്കിൽ അതിനെ ശാസ്ത്രീയമായ ഭാഷയിൽ അനുവാദം എന്നാണ് പറയുക. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപായമായിട്ട് അനുവാദം ചെയ്യുന്നു. അഗ്നിർഹിമസ്യ ഭേഷജം എന്നൊരു വാക്യം തൈത്രീകാരണ്യകത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്. അഗ്നി, തീയ്, ഹിമസ്യ തണുപ്പിന്, ഭേഷജമാണ്, ഔഷധമാണ്. അത് തണുക്കുമ്പോൾ ചൂട് കായുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. തണുക്കുമ്പോൾ അഗ്നിയുടെ അടുത്ത് പോയിട്ട് ചൂട് കായും. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. മനുഷ്യർ മാത്രമല്ല, മറ്റു ജീവികളും തണുത്താൽ ചൂട് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇതെന്തിനാണ് വേദം പറഞ്ഞത് എന്നൊരു സംശയം വരാം. ഇത്തരം വാക്യങ്ങളെ അനുവാദ വാക്യങ്ങൾ എന്നാണ് പറയുക. അതായത്
ഈ പറഞ്ഞ കാര്യം വേദത്തിൻ്റെ അവിടെ ലക്ഷ്യമല്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മറ്റൊരു വിഷയം പ്രതിപാദിക്കാൻ വേണ്ടി ഒരു ഉദാഹരണമെന്ന രീതിയിൽ അനുവാദം ചെയ്തു. അതുപോലെ തന്നെ വേദത്തിൽ അനേകം ആധുനിക വിജ്ഞാനം ഇന്ന് കണ്ടെത്തിയ അനേകം കാര്യങ്ങൾ വേദത്തിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ പിന്നീട് കാണും. അപ്പൊ അത്തരം ഒരു സമാനത പല വിഷയത്തിലും കാണാം. ഇപ്പോൾ പിന്നെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് വേദത്തിൽ മുമ്പ് പ്രതിപാദിച്ചിട്ടായിട്ടുള്ള വിഷയങ്ങൾ, അതിനെക്കുറിച്ചുള്ള സൂചനകൾ. അപ്പോൾ ഇവിടെ ചിലർക്ക് വരുന്ന സംശയം, എല്ലാം വേദം പ്രതിപാദിക്കുന്നു, അപ്പോൾ ഇതൊക്കെ വേദം പ്രതിപാദിച്ചിട്ടുണ്ട്, അപ്പോൾ വേദം സയന്റിഫിക് ആണ് എന്ന് പറയുന്ന ഒരു ആശയം സാധാരണ രീതിയിൽ ഇന്ന് പ്രചാരത്തിലുള്ളതാണ്. അതിന് മറ്റൊരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ശരിയാണ്, വേദത്തിൽ അത്തരത്തിലുള്ള ആധുനിക ശാസ്ത്രത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദനം ഉണ്ട്. പക്ഷെ അങ്ങനെ പ്രതിപാദിക്കുക എന്നത് വേദത്തിൻ്റെ ഉദ്ദേശമല്ല. ആ പ്രതിപാദനങ്ങളൊക്കെ ഒരു ഉദാഹരണത്തിൻ്റെ രീതിയിൽ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണത്തിൻ്റെ രീതിയിൽ എന്ന രീതിയിലാണ് വേദം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് വേദം സയന്റിഫിക് ആണെന്ന് പറയുന്നത് ശരിയല്ല. സയൻസിൽ ഇന്ന് കണ്ടെത്തിയത് പലതും വേദത്തിൽ ഉദാഹരണങ്ങളായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സയൻസിൽ പറഞ്ഞത് പ്രൂഫ് ചെയ്യാനല്ല വേദം പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്യങ്ങൾ നോക്കിയാൽ അറിയാം. അത് ലോകപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. ആ അറിയുന്ന കാര്യത്തെ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ ശതപഥ ബ്രാഹ്മണത്തില് ഭൂമി അഗ്നിഗർഭയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളില് ചൂടാണ്, അഗ്നിയാണ്. അത് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരമ്മ അവിടെ പ്രകരണം ഗർഭാധാനത്തിന്റെ പ്രകരണമാണ്. അപ്പൊ അമ്മ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത്, അതിന് ഉദാഹരണമായി കാണിക്കുന്നത്, ഈ ഭൂമി എങ്ങനെയാണോ അഗ്നിയെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നത് അതുപോലെ ഈ അമ്മ കുട്ടിയെ ഗർഭം ധരിക്കുന്നു. അപ്പൊ ആ വാക്യം നോക്കൂ, ഭൂമിക്കുള്ളിൽ അഗ്നിയുണ്ട്, ഭൂമിക്കുള്ളിൽ ലാവയുണ്ട് എന്ന് കണ്ടെത്തിയത് എത്രയോ കാലം മുമ്പ്, എത്രയോ കാലത്തിന് ശേഷമാണ്. വൈദിക ആ ഒരു പരമ്പരയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണത് കണ്ടെത്തിയത്. ഇതൊരു ഉദാഹരണമായിട്ട്, ഒരു സാമാന്യ ഉദാഹരണമായിട്ട്, വളരെ സരളമായിട്ടാണ് വേദം പറയുന്നത്. അന്ന് എല്ലാവർക്കും അറിയാം ആ കാര്യം. ഭൂമിക്കുള്ളില് ചൂടുണ്ട്, തീയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ കാര്യം ഉദാഹരണമായിട്ട് പറയുകയാണ് അവിടുത്തെ പ്രതിപാദന വിഷയമായ ഗർഭാധാനത്തെ കുറിച്ച് പറയാനായിട്ട്. ഇങ്ങനെയാണ് ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? ഈ പ്രത്യക്ഷേണ അനുമീത്യാവ യസ്തുപായോ ന വിദ്യതേ, അറിയാൻ പറ്റാത്ത ഉപായമാണ് അവിടെ പറയുന്നത്, അല്ലാതെ എല്ലാവർക്കും അറിയാവുന്നുള്ള ഉപായമല്ല. അപ്പൊ അത് വേദം കണ്ടെത്തി പറയുകയല്ല. ഒരു ആധുനിക സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാള് ജീവിതകാലം മുഴുവൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന വിഷയം വളരെ വലുതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത സാഫല്യം പോലെയാണ്. അതിനെ പ്രചരിപ്പിക്കുക, അതിനെ പ്രൂഫ് ചെയ്യുക, സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷെ വേദത്തെ സംബന്ധിച്ച് ഒരിക്കലും അത് അങ്ങനെ അല്ല. അത് വെറും സാധാരണമായ കാര്യമാണ്. ഇനിയും എത്രയോ കാര്യങ്ങൾ അങ്ങനെ വേദത്തിലുണ്ട്, ഇന്ന് സയൻസ് പ്രൂഫ് ചെയ്യാത്ത, അതിനെക്കുറിച്ച് അധ്യയനം ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പൊ ഇതാണ് വേദത്തിന്റെ വേദത. ഇപ്പൊ എന്താ മനസ്സിലായത്? നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്വാഭാവിക കർമ്മങ്ങളും ആ 4 കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും, ഇതിനൊക്കെ കുറെ ലൗകിക ഉപായങ്ങൾ നമുക്കറിയാം. ആ ലൗകിക ഉപായങ്ങളിലൂടെ പ്രാപിക്കാൻ പറ്റാത്ത
വിശേഷ ഉപായങ്ങളെ വേദം പറഞ്ഞു തരുന്നു. അപ്പൊ ആ വിശേഷതയാണ് അവിടെ വേദത്തിൻ്റെ വേദത. ബാക്കി വരുന്നതൊക്കെ അനുവാദങ്ങളും ഉദാഹരണങ്ങളുമായിട്ട് കാണണമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 4 പുരുഷാർത്ഥങ്ങളും ഒരു ജന്മത്ത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സമയം ചിട്ടപ്പെടുത്തേണ്ടി വരും. ചിട്ടപ്പെടുത്താതെ അങ്ങനെ കഴിയില്ല. കാരണം ഈ 4 പുരുഷാർത്ഥങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വേണം. അപ്പം അതനുസരിച്ച് വേദം ഈ 4 പുരുഷാർത്ഥങ്ങളുടെ വിഷയം പ്രാപിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ 4 അവസ്ഥകളായി തിരിച്ചു. അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കി, ഒരു പ്ലാൻ ഉണ്ടാക്കി. ഒരാളുടെ ജീവിതം 100 വയസ്സ് മാക്സിമമാണ്. ശതായുർവൈ പുരുഷ ജീവേമ ശരദശതം, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സാമാന്യമായിട്ട് 100 വയസ്സെന്ന് വച്ചു. അതിൽ കുറവാണ് മിക്കവാറും ഉണ്ടാവുക, കൂടുതൽ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാമാന്യമായിട്ട് 100 വയസ്സ് വച്ചാൽ ഈ 100 വയസ്സിനുള്ളിൽ ഇതെല്ലാം പ്രാപിക്കണം. ആഗ്രഹങ്ങളുള്ള ഒരു ആളാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മളൊരു പ്ലാൻ ചെയ്യും. നമുക്ക് ജീവിതത്തിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സമ്പാദ്യം എങ്ങനെ വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. വീടുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതിന് പ്ലാൻ ചെയ്യും. വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ അതിന് പ്ലാൻ ചെയ്യും. എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഈ പ്ലാനിങ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താത്കാലികമായിട്ടാണ്. അതായത് നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ഉദ്ദേശം, ആ ഉദ്ദേശം സാധിക്കാനുള്ള ഒരു പ്ലാൻ, ഒരു ഉപായം, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ വേദഋഷികൾ അങ്ങനെയല്ല. അവര് നോക്കുമ്പോൾ ഈ ജന്മം വന്നാൽ ജന്മത്തിൻ്റെ എവിടെ നിന്ന് ഇത് തുടങ്ങിയാൽ എളുപ്പത്തിൽ ജീവിതത്തിൽ അതെല്ലാം പ്രാപിക്കാൻ കഴിയുമെന്ന് ഒരു കംപ്ലീറ്റ് ലൈഫ് പ്ലാൻ നമുക്ക് തരികയാണ്. സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ ഒരു വ്യവസ്ഥ, ഒരാകാരം. അത് കൃത്യമായി നമ്മളങ്ങനെ അനുഷ്ഠിച്ചു പോയാൽ എല്ലാം സുഗമമായി സാധ്യമാകും. അപ്പൊ അതിലെ ആദ്യത്തെ ഒരു വിഭാഗം ചെയ്തിട്ട് ആ വിഭാഗത്തിലെ ധർമ്മത്തെക്കുറിച്ച് അറിയുക. പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ ധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ളൊരു ഭാഗം പറഞ്ഞു. അതിനെ നമ്മൾ ബ്രഹ്മചര്യ ആശ്രമം എന്നാണ് പറയുന്നത്. ബ്രഹ്മചര്യ ആശ്രമങ്ങളുടെ നിയമം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ രസമാണ്. എത്രത്തോളം ചിന്തിച്ചാണ് ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരാളെ എങ്ങനെ തയ്യാറാക്കണം. അപ്പൊ ബ്രഹ്മചര്യ ആശ്രമത്തിലേക്ക് വരുന്ന ഒരു കുട്ടി വേദാരംഭം തുടങ്ങിയാണ് ബ്രഹ്മചര്യ ആശ്രമത്തിൽ തുടങ്ങുക. അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം തുടങ്ങുന്ന കാലം. അത് തുടങ്ങി അയാൾ സമ്പാദിക്കുന്ന അറിവ്, ഈ അറിവ് എന്തിനുള്ളതായിരിക്കണം? ഈ അറിവിന്റെ പ്രത്യേകത, ഈ അറിവ് ഭാവിയിൽ മറ്റ് 3 പുരുഷാർത്ഥങ്ങളെയും സാധിച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ ബ്രഹ്മചര്യ കാലത്ത് അദ്ദേഹം അനുഷ്ഠിക്കുന്ന ജീവിതചര്യകള് പിന്നീട് 3 പുരുഷാർത്ഥങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഉതകുന്നതായിരിക്കണം. ഈ ബ്രഹ്മചര്യ കാലത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ തയ്യാറാകുന്നത്, മനസ്സ് രൂപപ്പെടുന്നത് മോക്ഷം വരെയുള്ള പരമമായ ആ ആനന്ദത്തെ ജ്ഞാനം കൊണ്ട് അറിയാൻ തക്കതായിരിക്കണം. അവന്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് പോലെ സമൂഹത്തിനോടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. സ്വന്തം ആശ്രമത്തോടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അച്ഛനമ്മമാരെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. താൻ വസിക്കുന്ന ആ രാജ്യത്തോട്
ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇതെല്ലാത്തിലും അപ്പുറം തൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. ഇതൊക്കെ ഈ ബ്രഹ്മചര്യ അവസ്ഥയിൽ തന്നെ പഠിപ്പിച്ച് തയ്യാറാക്കുകയാണ്. ഇതൊന്നും പിന്നെ ഓർക്കേണ്ടി വരുന്നില്ല. അത്രയും ദൃഢമായ രീതിയിൽ അത് തയ്യാറാകും. അതിനെയാണ് ധർമ്മത്തിൻ്റെ അവസ്ഥയായി പറഞ്ഞത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അർത്ഥം, കാമം. അപ്പം ഈ ബ്രഹ്മചര്യ അവസ്ഥയിൽ ഒരു വികല്പം കൂടി കൊടുത്തു, ഒരു ഓപ്ഷൻ കൂടി കൊടുത്തു. എന്താണ്? ഈ ബ്രഹ്മചര്യ അവസ്ഥയിൽ നിന്ന് തന്നെ അർത്ഥവും കാമവും വേണ്ട എന്ന ഭാവം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിവൃത്തി മാർഗത്തോട് ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ, ബ്രഹ്മചര്യ ആശ്രമത്തിൽ പഠിക്കുന്ന വേദത്തിൽ നിന്നും വേദാന്തത്തിൽ നിന്നും വേദ അംഗങ്ങളിൽ നിന്നും ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ പൂർവാനുഭൂതമായ പൂർവ സംസ്കാരങ്ങളുടെ ബലത്തിൽ നിവൃത്തി മാർഗം ഇഷ്ടപ്പെടുന്നതായി രോചകമായി തോന്നാം. അങ്ങനെ തോന്നിയാൽ അതും അംഗീകരിക്കാവുന്നതാണ്. ഇനി അല്ല, അർത്ഥവും കാമവും വേണമെന്നാണെങ്കിൽ ജായാമേ സ്യാത് അധ പ്രജായേയ വിത്തം മേ സ്യാത് അധ കർമ്മ കുർവീയ എന്ന ഭാവം മനസ്സിൽ വരുന്നുവെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ ബ്രഹ്മചര്യ അവസ്ഥയിൽ നിന്ന് തന്നെ നിവൃത്തി മാർഗത്തെ സ്വീകരിച്ച് സന്യാസവും അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന അവസ്ഥയെ സ്വീകരിച്ച് അവിടെ തന്നെ ആജീവനം തുടരാം. അപ്പോൾ ബ്രഹ്മചാരിയിൽ ഉപകുർവാണ ബ്രഹ്മചാരി എന്ന് പറയുന്നതാണ് സാമാന്യ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി എന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാര്യം ഇവിടെ സ്വീകരിക്കുന്നു. അത് നിവൃത്തി മാർഗത്തിലേക്ക് താത്പര്യം വരുമ്പോഴാണ്. അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് ബ്രഹ്മചര്യ ആശ്രമത്തിലെ തന്നെ നിയമങ്ങളെ പാലിച്ച് ഗുരു ആശ്രമത്തിൽ തന്നെ തുടരുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഏകാന്തവാസത്തിൽ ശാസ്ത്രാധ്യയനവും സാധനയൊക്കെ ചെയ്ത് തുടരുകയോ ആവാം. അതിനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മചാരിക്ക് അർത്ഥകാമങ്ങളാകുന്ന രണ്ട് പുരുഷാർത്ഥങ്ങൾ സാധ്യമല്ല. ഉപകുർവാണ ബ്രഹ്മചാരിക്കും അർത്ഥകാമങ്ങൾ എന്ന പുരുഷാർത്ഥം അതിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല. അതായത് പഠിക്കുന്ന സമയത്ത് സമ്പാദിക്കാൻ പാടില്ല. പഠിക്കുന്ന സമയത്ത് വരുന്ന ആഗ്രഹങ്ങളൊക്കെ പിന്നീട് പ്രാപിക്കാനുള്ളത് പിന്നീടാക്കി വെക്കണം. പഠിക്കുന്ന സമയത്ത് കേവലം ഗുരുസേവ, ഗുരു ആശ്രമത്തിനുള്ള സേവ, ഗുരുവചനങ്ങളെ ശ്രദ്ധിക്കുക, ആ ശ്രദ്ധയിൽ ആ വാക്യങ്ങൾ പഠിക്കുക, നിത്യകർമ്മങ്ങൾ ചെയ്യുക. സമിതാധാനം തുടങ്ങിയ നിത്യകർമ്മങ്ങളുണ്ട്, അതൊക്കെ ചെയ്യുക. ഇത്രയേ ബ്രഹ്മചാരിയുടെ കർത്തവ്യത്തിലുള്ളൂ. അവിടെ അർത്ഥവും കാമവും പാടില്ല. ആ രീതിയിലുള്ള നിയമങ്ങളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മനുസ്മൃതിയിൽ 2-ാം അധ്യായം നോക്കിയാൽ ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ നിയമങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യാജ്ഞവൽക്യ സ്മൃതിയിലെ ആചാരഖണ്ഡം ഒക്കെ, ധർമ്മസൂത്രങ്ങള്, ഗൃഹ്യസൂത്രങ്ങള് എല്ലാത്തിലും ഇതിന്റെ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അയാൾ ജീവിതത്തിൽ ശരിയായ ഒരു ലക്ഷ്യത്തിലെത്തി. അതായത് ഇനിമേൽ എനിക്ക് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് എന്ന് നിശ്ചയിച്ച് ആ ഭാവങ്ങളിലേക്ക് കടക്കുമ്പോൾ അയാൾക്ക് വേണ്ട മാർഗം അർത്ഥം സമ്പാദിക്കണം, ധനം സമ്പാദിക്കണം. കാരണം ധനം സമ്പാദിച്ചാലേ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ധനസമ്പാദ്യ ഗൃഹസ്ഥാശ്രമത്തിന്റെ അഭിന്ന അംഗമാണ്. അപ്പൊ ധനസമ്പാദ്യത്തിനുള്ള മാർഗങ്ങൾ, ഈ ധനസമ്പാദ്യത്തിന് നേരത്തെ തന്നെ വിദ്യാഭ്യാസം ചെയ്തത് സഹായിക്കുന്നു. നമ്മൾ ഇന്ന് എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ. പഠിക്കുന്നത് എന്തിനാണ്? ജോലിക്ക് വേണ്ടിയിട്ട്. ജോലി സമ്പാദിക്കുന്നത് എന്തിനാണ്? ധനം സമ്പാദിക്കാനായിട്ട്. ധനം സമ്പാദിക്കുന്നത് എന്തിനാണ്? സുഖമായിട്ട് കുടുംബസ്ഥനായി ജീവിക്കാനായിട്ട്. ഇത്രയും.
ഇത് വളരെ വ്യക്തമാണ്. നമുക്ക് ആ അവസ്ഥ പ്രാപിക്കുക. അപ്പൊ ആശ്രമാത് ആശ്രമം ഗച്ഛേത് എന്ന സാമാന്യ നിയമം ഇവിടെയാണ് വരുന്നത്. ജാബാല ഉപനിഷത്തിലും മറ്റ് ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ആശ്രമാത് ആശ്രമം ഗച്ഛേത്. തൈത്തരീയത്തിലുണ്ട്, ഛാന്തോക്യത്തില് അവസാനം പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ആശ്രമം കഴിഞ്ഞ് രണ്ടാമത്തെ ആശ്രമത്തിലേക്ക് പോകണം. ബ്രഹ്മചര്യാത് ഗൃഹീ ഭവേത്, ഗൃഹീ ഭൂത്വാ വനീ ഭവേത്, വനീ ഭൂത്വാ പ്രവ്രജേത്, യദി വാ ഇതരഥാ ബ്രഹ്മചര്യാദ്വാ ഗൃഹാദ്വാ വനാദ്വാ പ്രവ്രജേത്, യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഇത് സന്യാസത്തിന്റെ ഈ ക്രമത്തെ പറയുന്ന ജാബാല ശ്രുതിയാണ്. അപ്പൊ ഈ ക്രമത്തിൽ രണ്ടാമത്തെ ആശ്രമത്തിലെത്തി. അപ്പോൾ എന്താണ്? അപ്പോഴാണ് വേദം ശരിക്ക് നമ്മുടെ മുന്നിൽ ഒരു സമഗ്ര രൂപത്തിൽ പ്രകടമാകുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നിങ്ങനെ വ്യക്തമായി നമ്മോട് പറയുന്നത് ഈ രണ്ടാമത്തെ ആശ്രമത്തിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ എത്തുമ്പോഴാണ്. വേദത്തിന്റെ 80% വരുന്ന ഭാഗം കർമ്മകാണ്ഡമാണ്. എന്ന് പറഞ്ഞാൽ 80% വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഈ രണ്ട് പുരുഷാർത്ഥങ്ങള്, അർത്ഥവും കാമവും, അത് പ്രാപിക്കാനാണ് ഇവിടെ ഇപ്പോ ഇയാൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അയാളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വേദാന്തം മനസ്സിലാകില്ല, അതിൽ മനസ്സുറക്കില്ല, മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ട് അർത്ഥവും കാമവും സാക്ഷാത്കരിച്ചതിന് ശേഷമേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അയാൾ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് ഇതിലേക്ക് പ്രവേശിച്ചത്. സ്വേച്ഛയാണ് പ്രവേശിക്കുന്നത്. ബ്രഹ്മചര്യ ആശ്രമത്തിൽ അവിടെ അങ്ങനെ ബ്രഹ്മചര്യ ആയി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ തുടരണമെന്നുള്ള നിയമം ഒരിക്കലും വിധിക്കില്ല. സ്വേച്ഛയാണ്. ജായാമേ സ്യാദ് അധ പ്രജായേയ എന്ന ഭാവം ഉണ്ടായാൽ അയാള് അതിലേക്ക് പ്രവേശിക്കണം. അല്ല യദഹരേവ വിരജേത്, അവിടെ വിരക്തി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് പോകണം. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഒരു സ്ഥിതിയില്ല. അതുകൊണ്ടാണ് ആശ്രമാത് ആശ്രമം ഗച്ഛേത് എന്നുള്ളത് നിയമമാണ്. ഒരു ആശ്രമം വിട്ടുകഴിഞ്ഞാൽ, ബ്രഹ്മചര്യം വിട്ടുകഴിഞ്ഞാൽ അടുത്ത ആശ്രമത്തിൽ പ്രവേശിച്ചു കൊള്ളണം. ഇതിനിടയ്ക്ക് ഒരു കർമ്മങ്ങളും ചെയ്യാതെ ഗുരുകുലത്തിൽ നിന്ന് ചാടുകയും എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിലും മറ്റു ആശ്രമത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആശ്രമാത് ആശ്രമം, ഏതെങ്കിലും ആശ്രമത്തിന്റെ നിയമങ്ങൾ പാലിച്ചായിരിക്കണം കഴിയുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ സംയമം അതിലുണ്ടാകും, ആ ആശ്രമ നിയമങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകും. അതില്ലെങ്കിൽ സംയമത്തിന് വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് ആ നിയമം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ അറിയാം അത്തരം നിയമങ്ങളുടെ ഗുണം എന്താണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഈ അർത്ഥകാമങ്ങൾ രണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ സാധിക്കാം. അപ്പൊ ഇവിടെ എത്തിയപ്പോ വന്നൊരു വ്യത്യാസം, ഈ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പൂർവമീമാംസയുടെ മുഴുവൻ വിഷയങ്ങളും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമമാണ് പൂർവമീമാംസയെ സംബന്ധിച്ചിടത്തോളം എല്ലാം. സന്യാസത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതേ ഇല്ല. സന്യാസത്തെ കുറിച്ചുള്ള ചർച്ച ഇല്ല. അവർ പറയുന്നത് വേദം കർമ്മത്തെയാണ് വിധിക്കുന്നത്. ഈ പറഞ്ഞ 4 പുരുഷാർത്ഥങ്ങളും കർമ്മസംബന്ധികളാണ്. മോക്ഷവും കർമ്മം കൊണ്ട് തന്നെയാണ് സാധിക്കേണ്ടത്. കർമ്മങ്ങൾ വെടിഞ്ഞുള്ള ഒരു കാര്യവും ചിന്തിക്കേ വേണ്ട. യാവത് ജീവേത് അഗ്നിഹോത്രം ജുഹുയാത് യാവത് ജീവം ദർശപൂർണമാസാഭ്യാം യജേത.
ഇങ്ങനെയുള്ള വാക്യങ്ങളാണ്. എല്ലാത്തിലും യാവജ്ജീവം എന്ന് ചേർത്തിട്ടിട്ട്. കുർവന്നേവേഹ കർമാണി ജിജീവിഷയച്ഛതകും സമാഹ. അപ്പൊ ഇങ്ങനെ കർമ്മം ത്യജിക്കുക എന്നൊരവസ്ഥ വേണ്ട. കാരണം എന്താണ്? 80% വരുന്ന ആ ഭാഗം മുഴുവൻ കർമ്മമാണ്. ഈ 80% നമ്മൾ പറയുകയാണ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്. മീമാംസകരെ സംബന്ധിച്ചിടത്തോളം 80%, 10% ഒന്നുമില്ല. മുഴുവൻ വേദവും കർമ്മപ്രതിപാദ്യമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ് ആശ്രമങ്ങളുടെ മാതാവ്. ഗൃഹസ്ഥാശ്രമത്തെ തന്നെ സ്വീകരിക്കണം. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ അംഗമായാണ് വാനപ്രസ്ഥം പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അതിൽ തന്നെ ചെയ്യണം. അപ്പൊ ആ അവസ്ഥയിലാണ്, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ശങ്കരാചാര്യ സ്വാമിജികളും മീമാംസയുമായിട്ടുള്ള വിരോധം. ശങ്കരാചാര്യ സ്വാമിജികള് ഈ ആദ്യം പറഞ്ഞ വികല്പത്തെ കണ്ടുകൊണ്ട് അങ്ങനെ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവരെ നിർബന്ധമായിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ പറഞ്ഞയക്കുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്താൽ അത് വിജയിക്കില്ല, അതുകൊണ്ട് അവർക്ക് സന്യാസത്തിനുള്ള അനുമതി കൊടുക്കണം, സന്യാസം എന്നൊരാശ്രമമുണ്ട് എന്ന് മുഴുവൻ ഭാഷ്യത്തിലും കർമ്മകാണ്ഡത്തെ എതിർത്തത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. വേദത്തിന്റെ പ്രമാണത്തിന്റെ കാര്യത്തിലോ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മവ്യവസ്ഥയുടെ കാര്യത്തിലോ ആചാര്യസ്വാമിജികൾക്ക് ഒരു വിരോധവും ഇല്ല. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് മീമാംസകർ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് ബ്രഹ്മജ്ഞാന വിഷയത്തിന്റെ കാര്യത്തിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതിന് പ്രഭാകര മീമാംസകര് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മീമാംസാ ദർശനത്തില് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പ്രതിപാദിക്കാതിരുന്നത് എന്നതിനൊരു വക്തവ്യം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതായത് അഹങ്കാര മമകാരോ അനാത്മനി ആത്മാഭിമാനൗ ഇതി മൃദിത കഷായാണമേവ ഏതത് കഥനീയം. ഇത് പ്രഭാകര മീമാംസകരുടെ വചനമാണ്. ബൃഹതിയില് 1:1:5 സൂത്രവ്യാഖ്യാനത്തിൽ ന കർമ്മസംഗിനാമിത്യുപരമ്യതേ. നിങ്ങൾ വൈരാഗ്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് മീമാംസയിൽ ചർച്ച ചെയ്യാതിരുന്നത്? ഇത്രയധികം 2700-ലധികം സൂത്രങ്ങളുള്ള ഈ മീമാംസയിൽ എന്താ ചർച്ച ചെയ്യാതിരുന്നത് എന്നുള്ളതിന് പ്രഭാകര മീമാംസകർ ഉത്തരം പറയുന്നുണ്ട്. പ്രഭാകര മീമാംസകരുടെയും കുമാരല ഭട്ടന്റെയും ബാക്കിയൊക്കെ ദർശനങ്ങളെക്കുറിച്ചും അവരുടെ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ വേറെ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേദവും ഇതുമായിട്ടുള്ള സംബന്ധമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അവിടെ കുറെ കൂടെ നമ്മൾ അതിനെ വിശദീകരിക്കും. പ്രഭാകരുടെ പ്രത്യേകത, പ്രഭാകരയുടെ ആ ഒരു മതം, ആ ഒരു ചിന്തനം, അത് വേദാന്തവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ബ്രഹ്മസൂത്രത്തില് 4-ാമത്തെ സൂത്രം നോക്കിയാൽ, അതിന്റെ ഭാഷ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ ആചാര്യസ്വാമിജികൾ ചർച്ചയ്ക്കെടുത്ത പക്ഷം പ്രഭാകര മീമാംസകരുടെയാണ്. കാരണം അത്രയും അടുത്ത് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ അവിടെ പറയുന്നത് ഈ കർമ്മ വിഷയം ന കർമ്മസംഗിനാമിതി ഉപരമ്യതേ. ആ പറയുന്ന അഹം മമകാരം ത്യജിച്ചിട്ടുള്ള ത്യാഗത്തിന്റെ വിഷയമായ ജ്ഞാനം, അത് സംബന്ധമായിട്ടുള്ള ഫലം, അത് അനുഭവിക്കേണ്ടത് മൃദിത കഷായാണാം, എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായ ആൾക്കാരാണ്, കാമക്രോധ ലോഭങ്ങളിൽ നിന്നും മുക്തമായവർക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്യേതത്, അത് അവിടുത്തെ വിഷയമായതുകൊണ്ട് അത് ഇവിടത്തെ വിഷയമല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ന കഥനീയമിതി ഉപരമ്യത. അങ്ങനെ അവിടെ ആ വക്തവ്യം അത് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ച അന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ മുൻനിർത്തി ഒരു വേദാധികാരി, വേദം പഠിച്ച, ശാസ്ത്രം പഠിച്ച ഒരാളിന്, അല്ലെങ്കിൽ ഒരു ഭാരതീയനായിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക് ഈ പറയുന്ന 4 ആശ്രമങ്ങളിലും 4 തരത്തിലും പ്രവേശിക്കാം. കർമ്മത്തിനനുസരിച്ച് അതനുസരിച്ച് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് എല്ലാവർക്കും അത് പ്രാപിക്കാം എന്ന് കാണിച്ചുകൊണ്ട് മീമാംസകര് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ എല്ലാം നിർത്തുന്നു. അതിനപ്പുറത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ബ്രഹ്മചര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് അത് മുഖ്യമാണ്.
അപ്പോൾ അവരുടെ വിചാരമനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ നിത്യകർമ്മങ്ങളായിട്ടും നൈമിത്തിക കർമ്മങ്ങളായിട്ടും കാമ്യകർമ്മങ്ങളായിട്ടും പ്രായശ്ചിത്ത കർമ്മങ്ങളായിട്ടും പറഞ്ഞിട്ടുള്ളതെല്ലാം വേണ്ടവണ്ണം അനുഷ്ഠിച്ചു പോയാൽ നിഷ്കാമമായി ചെയ്യുന്ന നിത്യകർമ്മങ്ങൾ കൊണ്ടും അതുപോലെ നിഷ്കാമമായി ചെയ്യുന്ന നൈമിത്തിക കർമ്മങ്ങൾ കൊണ്ടും, കാരണം ഈ രണ്ട് കർമ്മങ്ങൾക്കും അവർ ആഗ്രഹങ്ങൾ വയ്ക്കുന്നില്ല, അത് നിഷ്കാമമാണെന്ന് പറയും. പിന്നെ കാമ്യകർമ്മങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കാൻ ചെയ്യുന്ന പലതരത്തിലുള്ള പുത്രേഷ്ടി തുടങ്ങിയ കാമേഷ്ടികൾ, അതൊക്കെ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ അന്ധക്കരണം ശുദ്ധമാവും, പുതിയ കർമ്മങ്ങൾ ഉണ്ടാകില്ല, പുണ്യം മാത്രമാകും. ആ പുണ്യം മനസ്സിനെ ശുദ്ധമാക്കും. നേരത്തെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം സഞ്ചിതമായി വന്നതൊക്കെ പ്രവർത്തിക്കാതെ വരും. ഈ കർമ്മം പ്രാരബ്ധം എന്ന് പറയുന്നത് നശിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് വേറെ എങ്ങും പോകേണ്ട, വേറൊരു ജന്മം എടുക്കേണ്ട സ്ഥിതിയൊന്നും വരില്ല. അപ്പോൾ പിന്നെ ആ പരമമായ സുഖം, ആ പരമമായ സുഖത്തെയാണ് അവർ സ്വർഗം എന്ന് പറയുന്നത്. അവരുടെ രീതിയിൽ സ്വർഗത്തിൻ്റെ വ്യാഖ്യാനം മറ്റൊന്നാണ്. ആ പരമമായ സുഖം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ഇതാണ് അവരുടെ ആ ദർശന സംബന്ധമായ വ്യവസ്ഥ. അതിവിടെ പ്രതിപാദിച്ചത് കൊണ്ട് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് വിശദമായിട്ട് നമ്മൾ ഇനി വരുന്ന സത്രങ്ങളിൽ സംസാരിക്കും. അപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ എപ്പോഴാണോ കാമ്യകർമ്മങ്ങളിൽ നിന്ന് വിരക്തി വരുന്നത്, അതാണ് അവരുടെ വാനപ്രസ്ഥം. കാമ്യകർമ്മങ്ങളിൽ ആഗ്രഹമില്ലാതായി. അങ്ങനെ ഇല്ലാതായപ്പോൾ നിത്യനൈമിത്തിക കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ശേഷജീവനം നടത്താം. അതിനെ വാനപ്രസ്ഥം എന്ന് പറയും. ത്രയോ ധർമ്മസ്കന്ധാഹ എന്ന് പറഞ്ഞിട്ട് ഛാന്തോക്യ ഉപനിഷത്തിൽ ഈ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വനവാസം, അരണ്യവാസം, അല്ലെങ്കിൽ വേദത്തിൻ്റെ അരണ്യഭാഗത്ത് പറഞ്ഞ ആ കർമ്മങ്ങളൊക്കെ അവിടെ അനുഷ്ഠിച്ച് അങ്ങനെ ജീവിക്കാം. ഇതെല്ലാം ത്യജിക്കുന്ന, അതായത് നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും കാമ്യകർമ്മങ്ങളും പ്രായശ്ചിത്ത കർമ്മങ്ങളും എല്ലാം ത്യജിച്ചിട്ടുള്ള സന്യാസം ഉചിതമല്ല. അതുകൊണ്ട് സന്യാസത്തിലേക്ക് പോകുന്ന കാര്യം വേണ്ട. ഇതൊക്കെ ചെയ്യേണ്ടത് ഇവിടെ തന്നെ ചെയ്താൽ മതി. നിത്യകർമ്മം ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. തം യജ്ഞപാത്രൈർദഹന്തി, ഈ വാക്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പഠിക്കും. അയാളെ, ആ സാധകനെ, ആ യാജ്ഞികനെ, ആ വൈദികനെ എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത്, അന്ത്യകർമ്മം ചെയ്യിക്കുന്നത് വെച്ചാൽ യജ്ഞപാത്രൈർദഹന്തി. അയാൾ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ പാത്രങ്ങളോടൊപ്പം തന്നെയാണ് അയാളെ ദഹിപ്പിക്കുന്നത്. ഇടയ്ക്ക് ഇത് ത്യജിക്കുന്നതില്ല എന്നാണത് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ദൃഢമായി കർമ്മത്തിന്റെ പ്രതിപാദനം അവർ നടത്തി. അതിൽ വേദം പറഞ്ഞ ഉപനിഷത്ത് ഭാഗത്തിന്റെ അർത്ഥമില്ലാതായി, അതിൽ മീമാംസകർ ശ്രദ്ധിച്ചേയില്ല എന്ന് വന്നപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി. അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമിജികൾ അവതരിക്കുന്നതും ഇതേ വേദസംബന്ധമായി എന്തൊക്കെ പ്രമാണങ്ങളാണോ മീമാംസകർ പറഞ്ഞത് ആ പ്രമാണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാലാമത്തെ ആശ്രമവും മോക്ഷസംബന്ധമായ പുരുഷാർത്ഥവും വേദപ്രതിപാദിതമാണ്. അതാണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് സ്ഥാപിച്ചു. അതിന് ഏകദേശം മൊത്തം ഭാഷ്യം നോക്കിക്കഴിഞ്ഞാൽ 57 സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശങ്കരാചാര്യ സ്വാമിജികൾ എതിർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഖണ്ഡനം ചെയ്തിട്ടുള്ളത് മീമാംസക ദർശനത്തെയാണ്. അത് കഴിഞ്ഞാൽ സാങ്ഖ്യദർശനത്തെ. 57 സ്ഥാനങ്ങളിൽ ഈ വിഷയങ്ങൾ വരുന്നിടത്തൊക്കെ വ്യക്തമായ ആചാര്യസ്വാമികൾ പ്രതിപാദിച്ചു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും തോന്നുന്നത് കർമ്മകാണ്ഡത്തെ മുഴുവൻ ശങ്കരാചാര്യ സ്വാമിജികൾ തള്ളിക്കളഞ്ഞു എന്നാണ്. അത് കാരണം ആചാര്യസ്വാമികളുടെ മുകളിൽ ഒരുപാട് ആരോപങ്ങളുണ്ടായി. പക്ഷെ വ്യക്തമായി പറയാം, കർമ്മകാണ്ഡത്തെ തള്ളിക്കളയല്ല ആചാര്യസ്വാമിജികൾ ചെയ്തത്. കർമ്മകാണ്ഡത്തിൻ്റെ യഥാർത്ഥമായ ഉപയോഗം എന്താണ് എന്ന് മീമാംസകരെ വച്ച് പ്രതിപാദിക്കുകയാണ് ചെയ്തത്. വേദത്തിൻ്റെ സമഗ്രമായ ലക്ഷ്യം എന്താണ് എന്ന്
മീമാംസകർ വിട്ടുപോയിരുന്ന ഭാഗത്തെ പൂരിപ്പിക്കുകയാണ് ആചാര്യസ്വാമിജികൾ ചെയ്തത്. കർമ്മകാണ്ഡത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹാപാപമാണ്. അങ്ങനെയാണെങ്കിൽ അത് നാസ്തികതയായി മാറും. ഇന്ന് നമ്മൾ വേദാന്തം മാത്രം പഠിക്കുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധം അതാണ്. ശരിക്കും വേദാന്തം മാത്രം പഠിച്ചാൽ ബ്രഹ്മസൂത്രം പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ബ്രഹ്മസൂത്രം ഭാഷ്യം മുഴുവൻ പൂർവ്വമീമാംസയുടെ യുക്തികളും ന്യായങ്ങളിലുമാണ് പ്രതിപാദിക്കുന്നത്. എവിടെയൊക്കെയാണോ കർമ്മകാണ്ഡത്തെ എതിർക്കുന്നത് അതിൻ്റെ യുക്തികളൊക്കെ അവരുടെ തന്നെ യുക്തികളാണ്. ശ്രുതിലിംഗവാക്യ പ്രകരണ സ്ഥാന സമാഖ്യ ഈ പറയുന്ന പ്രമാണങ്ങൾ ഉപയോഗിച്ചാണ് അതിനെ നിരാകരിക്കുന്നതൊക്കെ. അങ്ങനെ പറഞ്ഞാലേ മീമാംസകർ അംഗീകരിക്കുകയുള്ളൂ. മീമാംസകരോട് എന്ത് സംസാരിക്കണമെങ്കിലും അതിന് വ്യക്തമായ വേദപ്രമാണം വേണം. കാരണം വേദവാക്യങ്ങളല്ലാതെ വേറൊന്നും അവര് പ്രമാണങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല. പ്രമാണങ്ങൾ മറ്റതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം ഒക്കെ ഉണ്ട്. പക്ഷേ ആ പ്രൗഢമായ പ്രമാണം അതില്ലാതെ കേവലം യുക്തി കൊണ്ട് ഒന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ശ്രുതിയെയും സ്മൃതിയെയും സദാചാരത്തെയും മൂന്നിനെയും പ്രമാണമായി കരുതുന്നു. പക്ഷെ എല്ലാത്തിനും ആധാരം ശ്രുതിയാണ്. സഹജമായ അവസ്ഥയിലും ശ്രുതി സംബന്ധമായ സ്മൃതിയും, ഇപ്പൊ നമുക്കിവിടെ സ്മൃതി അധികരണം വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുപോലെ ശ്രുതി സ്മൃതിക്ക് അനുകൂലമായ സദാചാരവും, ശിഷ്ടാചാരം നമ്മൾ പറയുന്നത്, ലോകാചാരം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് പ്രമാണം പോകുന്നത്. ശ്രുതിയിലില്ലാത്തൊരു കാര്യം പാടില്ല, ശ്രുതിയിലുള്ളത് ഒന്നും തന്നെ വിടാനും പാടില്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ശങ്കരാചാര്യ സ്വാമിജികൾ ഇത് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് വേദത്തെ ഒരു സമഗ്രമായ രീതിയിൽ കാണാൻ കഴിയുക. ഇതില് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ദർശനം കർമ്മകാണ്ഡത്തിന്റെ, വേദത്തിന്റെ കർമ്മകാണ്ഡ വിഷയം വ്യക്തമാക്കുന്നു. അതിലെ അധികാരികള്, അതിൻ്റെ പ്രയോജനം, അതിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളിന്ന് നിത്യജീവിതത്തിൽ നാം അറിയാതെ തന്നെ അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ താത്വികത എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു താത്വികത, ഒരു വൈദികത നമുക്ക് ഈ ദർശനം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദർശനം ഇത്രയും പ്രചാരത്തിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ മീമാംസാ ദർശനം എന്ന് പറയുമ്പോൾ തന്നെ പലരും ഭയക്കുന്നുണ്ട്. ഇത് എന്ത് സാധനമാണ്, എന്തോ ഒരു വലിയൊരു സാധനമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം അത് പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ദർശനശാസ്ത്രങ്ങളിലെ കലാലയങ്ങളിലൊക്കെ ഇതിനെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ചുരുക്കി കേവലം ഒരു പരിചയപ്പെടുത്തൽ മാത്രമാക്കി ചുരുക്കി. അതിന് കാരണം ഇതിൻ്റെ വിസ്താരമാണ്. ഇത് പഠിക്കണമെങ്കിൽ ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, വേദത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ വേദാംഗങ്ങളെ അറിഞ്ഞിരിക്കണം, വേദത്തിൻ്റെ ഷഡംഗങ്ങൾ, ഒപ്പം ഗൃഹ്യസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ശ്രൗതസൂത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ രൂപം, അതിൽ പറയുന്ന പ്രതിപാദ്യ വിഷയമൊക്കെ അറിഞ്ഞിരിക്കണം. ആചാരങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് വേണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ആചാരത്തിൽ നടന്നിരുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഇതിഹാസ പുരാണങ്ങളുടെയും സഹായം വേണ്ടിവരും. ഇങ്ങനെ, കാരണം ഇതിഹാസ പുരാണങ്ങൾ അത്യന്തം വേദത്തിൽ നിന്ന് ഭിന്നമല്ല. ഇതിഹാസ പുരാണാഭ്യാം വേദമുപബൃംഹയേത് എന്ന് തന്നെ വാക്യമുണ്ട്. അപ്പോൾ വേദത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരുപാട് ശ്രുതി ഭാഗങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ ഈ സഹായം വേണ്ടി വരും. അതായത് സമഗ്രമായ
ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ദർശനം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അത്തരം വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് അതിന്ന് നമുക്ക് അത്രയും സൗകര്യം ഇല്ല, അങ്ങനെ പഠിക്കുന്ന രീതിയും ഇന്നും ഇല്ല. എല്ലാവരും ഓരോരോ വിഷയങ്ങളെടുത്ത് അത് പഠിച്ച് അതിൽ PhD ചെയ്ത് അങ്ങനെ പോകുന്ന രീതിയാണെന്നുള്ളത്. മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നില്ല, അങ്ങനെ പഠിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വേദാന്തത്തിൻ്റെ ഇത്രയും പ്രചാരം ഉള്ളത് കൊണ്ട്, വേദാന്തത്തിൻ്റെ പ്രചാരത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വേദാന്തം എല്ലാത്തിലും ഉത്തമമായതാണ്, എല്ലാത്തിനെയും കടന്നു നിൽക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സാധാരണ രീതിയിൽ ഒരാൾ ഒരു വിഷയത്തിൽ പ്രയത്നിക്കാൻ പോകുമ്പോൾ അയാൾ നോക്കുക ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് ഏതാണ്, അതങ്ങ് പ്രാപിച്ചാൽ മതിയല്ലോ, ബാക്കിയൊക്കെ പിന്നെ എന്തിനാണ് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ആ വിചാരം സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ വേദാന്തത്തെ മാത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വന്നു. അത് ശങ്കരാചാര്യ സ്വാമിജികൾക്ക് ശേഷം വേദാന്തത്തിൻ്റെ ഒരുപാട് പ്രചാരം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ ഇന്നും ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ നമുക്ക് ഉപലബ്ധമായിരിക്കുന്നത് വേദാന്തത്തിൻ്റെതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞ ദർശനങ്ങളൊക്കെ പിന്നിലായി. ഈ ദർശനങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗം എന്താണെന്നും അതറിഞ്ഞാൽ വേദാന്തത്തിലുണ്ടാകുന്ന സ്പഷ്ടീകരണം എന്താണെന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അക്കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിൻ്റെ ഒരു വിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദത്തിൻ്റെ ലക്ഷ്യവും വേദവും മീമാംസയായിട്ടുള്ളൊരു സംബന്ധമാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വേദത്തിൻ്റെ ഒരു വിഭാഗം, നമുക്കറിയാവുന്നൊരു വിഭാഗമുണ്ട്. വേദത്തിൻ്റെ സംഹിതാഭാഗം, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇത് നമുക്കറിയാവുന്നൊരു വിഭാഗമാണ്. സംഹിതാഭാഗം അല്ലെങ്കിൽ മന്ത്രഭാഗം, ബ്രാഹ്മണഭാഗം, അരണ്യഭാഗം, ഉപനിഷത് ഭാഗം. ഈ 4 വിഭാഗം വേദത്തിൻ്റെ ഓരോ ശാഖകളിലും ഉണ്ടെന്നാണ്. മുക്തികോപനിഷത്ത് അനുസരിച്ച് വേദത്തിന് 1180 ശാഖകളുണ്ടായിരുന്നു, ബ്രാഞ്ചസ്. അപ്പോൾ ഓരോ ശാഖകളിലും ഇത്രയും വന്നിട്ടുണ്ട്. 1180 ശാഖകൾ വേദത്തിനുണ്ടായിരുന്നതായിട്ട് മുക്തികോപനിഷത്ത് പറയുന്നുണ്ട്. എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മുക്തികോപനിഷത്താണ്. മറ്റ് ഗ്രന്ഥങ്ങളിലും ഇപ്പോൾ പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിലും അതുപോലെ തന്നെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലും എണ്ണത്തിന് വ്യത്യാസമുണ്ട്. പ്രാതിശാഖ്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന എണ്ണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഓരോ ശാഖയിലും ഈ 4 വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ മീമാംസയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ മീമാംസ ഇങ്ങനൊരു വിഭാഗത്തെക്കുറിച്ച് വ്യക്തമായൊന്നും പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മീമാംസ വേദത്തിൻ്റെ മന്ത്രങ്ങളുടെ ലക്ഷണം പറയുന്നുണ്ട്. മന്ത്രങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു അധികരണമുണ്ട്, മന്ത്രാധികരണം നമ്മൾ പഠിക്കും. ശേഷേ ബ്രാഹ്മണ സംജ്ഞ, ബാക്കിയുള്ളതെല്ലാം ബ്രാഹ്മണ വാക്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ വിസ്തരിക്കുന്ന വാക്യങ്ങളാണ്. ബ്രാഹ്മണ വാക്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതാണ്. ഗദ്യങ്ങളിലും അതിൻ്റെ വിസ്താരവുമായിരിക്കും. മന്ത്രബ്രാഹ്മണയോർ വേദനാമധേയം എന്ന് വേദത്തിൻ്റെ ലക്ഷണവും നിരുക്തങ്ങളിലും സൂത്രങ്ങളിലും ശ്രൗതസൂത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.
മന്ത്ര ബ്രാഹ്മണയോർ വേദ നാമധേയം. അതായത് അവർ ഇത് രണ്ട് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. വേദത്തിന്റെ മന്ത്രഭാഗം പിന്നെ ബ്രാഹ്മണ ഭാഗം. അത് ലക്ഷണങ്ങൾ കൊണ്ടാണ് രണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും ചേർന്നാണ് വേദം, ഇത് രണ്ടും ചേർന്നാണ് കർമ്മത്തിന് ഉപയോഗമായി വരിക. കർമ്മം അത് രണ്ടിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മന്ത്രബ്രാഹ്മണയോർ വേദനാമധേയം എന്ന ഈ വാക്യത്തിന് ഈ രീതിയിൽ അർത്ഥം പറയാത്ത പല പരമ്പരയും ഉണ്ട്. ഇന്നിപ്പോൾ പലരും പറയുന്നത് മന്ത്രങ്ങൾ മാത്രമാണ് വേദം, ബ്രാഹ്മണ ഭാഗത്തെ വേദമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പക്ഷമുണ്ട്. അപ്പൊ അതിന് അവർ പറയുന്ന യുക്തികളുണ്ട്. പക്ഷേ പരമ്പരാ രീതിയിൽ നോക്കുമ്പോൾ ഈ വാക്യം നിരുക്തത്തിൽ വന്നതാണ്. വ്യാസ്കാചാര്യന്റെ നിരുക്തം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റ് ഗൃഹ്യസൂത്രങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞതിൽ ഇങ്ങനെയാണ് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്, ആപസ്തംഭനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് മീമാംസകർ ഇത് അംഗീകരിക്കുന്നു എന്ന് മീമാംസയുടെ ദർശനങ്ങൾ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകും. ഇത് ബ്രാഹ്മണ ഭാഗമാണ്, ഇത് മന്ത്രഭാഗമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് നമ്മൾ ആ വിഷയത്തിൽ അധികരണം വരുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കും. മന്ത്രം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നൊക്കെ അവർക്ക് ലക്ഷണമുണ്ട്. മീമാംസയുടെ ഒരു പ്രത്യേകത, ഒരു കാലത്ത് ഇത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നത് കൊണ്ട്, ഇന്നിപ്പോൾ വേദാന്തം പ്രചാരത്തിലുള്ളത് പോലെ തന്നെ ഒരു കാലത്ത് മീമാംസ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. മീമാംസ ദർശനം പഠിക്കുന്നവരെയാണ് പണ്ഡിതരെന്ന് കണക്കാക്കിയിരുന്നത്. പണ്ഡിതനാവണമെങ്കിൽ മീമാംസ ദർശനം വേണം. വാക്യജ്ഞാനം, വേദം അറിയണമെങ്കിൽ മീമാംസ പഠിക്കണം. അല്ലാതെ വ്യാകരണവും ന്യായവും ഒന്നും പഠിച്ചുകൊണ്ട് പണ്ഡിതനാകില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗഹനമായ രീതിയിൽ, ഇതിലുണ്ടാകുന്ന എല്ലാ പൂർവപക്ഷങ്ങൾക്കും സമാധാനം പറയുന്ന രീതിയിൽ തന്നെ അധ്യയനവും അധ്യാപനവും ഗ്രന്ഥരചനയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സംശയാസ്പദമായ ഒരു സ്ഥാനവും മീമാംസ ദർശനത്തിലില്ല. പറയുന്നതൊക്കെ വ്യക്തമാണ്. കൽപ്പനകളില്ല, കൽപ്പിച്ചു പറയുക, അങ്ങനെയില്ല. മീമാംസയിലെ ഒരു കൽപ്പന, ഊഹം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. 9ാമത്തെ അധ്യായത്തിന് ഊഹാധ്യായം എന്ന് പറയുന്നത്. ഒരു കാര്യം, ചെറിയ ഒരു കാര്യം കൽപ്പന ചെയ്ത് സങ്കല്പിച്ച് അനുമാനിച്ച് അറിയണമെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്ന് ആ അധ്യായം പഠിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് അവർ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അപ്പൊ ഇത്രയും വ്യവസ്ഥിതമായ ആ കർമ്മവ്യവസ്ഥ ശരിക്കും അനുഷ്ഠിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാം, മാനസികമായിട്ടുള്ള വലിയൊരു വികാസം ഉണ്ടാകും. ആ വികാസം ചെന്നെത്തുന്നത് ജ്ഞാനത്തിലുമായിരിക്കും. കാരണം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ വിഭാഗം നമുക്ക് പ്രസിദ്ധമാണ്. അതില് മീമാംസകരി 2 വിഭാഗത്തിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ മീമാംസ ദർശനം വേദത്തെ മുഴുവൻ അതായത് ബ്രാഹ്മണ ഭാഗവും മന്ത്രഭാഗവും ചേർത്ത വേദത്തിന്റെ ആ സ്വരൂപം മുഴുവൻ അറിയാനായിട്ട് പിന്നൊരു വിഭാഗം ചെയ്തിട്ടുണ്ട്. ആ വിഭാഗമാണ് നമ്മൾ ദർശനശാസ്ത്രത്തിന്റെ ഭാഗമായി പഠിക്കുന്നത്. അതായത് വിധി, മന്ത്രം, നാമധേയം, നിഷേധം, അർത്ഥവാദം. വിധി, മന്ത്ര, നാമധേയ, നിഷേധ, അർത്ഥവാദ ഭേദാത്. ഇങ്ങനെ 5ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇത് മന്ത്രഭാഗത്തിലും വരും, അതുപോലെ തന്നെ ബ്രാഹ്മണ ഭാഗത്തിലും വരും. വിധി, മന്ത്ര, നാമധേയ, നിഷേധ, അർത്ഥവാദം, ഇങ്ങനെയുള്ള വിഭാഗം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് മീമാംസ ദർശനം പ്രവർത്തിക്കുന്നത്. ഈ വിഭാഗത്തിൻ്റെയൊക്കെ ലക്ഷണമുണ്ട്. ആ ലക്ഷണങ്ങൾ നമ്മൾ വരുന്ന അടുത്ത സെക്ഷനിലൊക്കെ അതിനെക്കുറിച്ച് വിസ്തരിച്ച് സംസാരിക്കും. അതിനെക്കുറിച്ച് നോട്ടും എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ മൂലമായ ഒരു കാര്യമാണ്. ഇനി ഇത് സംബന്ധിച്ച് നമുക്ക് മീമാംസയുടെ ലക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ, ഈ മീമാംസ എന്നതിന് പറയുന്നത് എന്തുകൊണ്ട്, അതുപോലെ തന്നെ പൂർവമീമാംസ, ഉത്തരമീമാംസ എന്ന് പറയുന്നു.
മറ്റ് ദർശനശാസ്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ കേട്ടതുകൊണ്ട് അതിനെയൊന്നും ഞാൻ വീണ്ടും പുനരാവർത്തനം ചെയ്യുന്നില്ല. മീമാംസ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. പൂജിത വിചാര, ഗഹനമായ വിചാരം, ആദരിക്കപ്പെടേണ്ട വിചാരം, ആദരിക്കപ്പെടേണ്ട പ്രതിപാദനം എന്നാണ് അതിനർത്ഥം വരുന്നത്. വ്യാകരണത്തില് മാൻ പൂജായാം എന്നൊരു ധാതു ഉണ്ട്. മാൻ പൂജായാം, ഇത് 1ാമത്തെ ഗണത്തിലും 10ാമത്തെ ഗണത്തിലും ഉണ്ട്. അതിൻ്റെ വാർത്തികത്തില് മാനേർ ജിജ്ഞാസായാം, മാൻ എന്ന് പറയുന്ന ഒരു ധാതുവാണ്, സംസ്കൃതം അറിയുന്നവർക്കറിയാം. അതിൻ്റെ അർത്ഥം പൂജായാം, ആദരവിന് വേണ്ടിയാണ്, ആദരവാണ് അതിൻ്റെ അർത്ഥം. ആ ധാതു പ്രതിപാദനം ചെയ്യുന്നിടത്ത് ഒരു വാർത്തികം കൊടുത്തിട്ടുണ്ട്. ആ വാർത്തികത്തില് മാനേർ ജിജ്ഞാസായാം, ഈ രണ്ടർത്ഥവും അതിനുണ്ടെന്നായി. മാൻ ധാതു പൂജ എന്ന അർത്ഥത്തിലും മാൻ ധാതു ജിജ്ഞാസ എന്ന അർത്ഥത്തിലും വരാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇവിടെ ചേർക്കുമ്പോൾ, പൂജ എന്നുള്ള അർത്ഥം ചേർക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പൂജിതമായ പ്രതിപാദനം, കഥനം, ആദരിക്കപ്പെടേണ്ട കഥനം എന്ന അർത്ഥം കിട്ടും. അതുപോലെ മീമാംസ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ട രീതിയിൽ ഏറ്റവും ഗംഭീരമായ വിചാരം, ജിജ്ഞാസ എന്നും അർത്ഥം കിട്ടും. പിന്നെ അതിനെ വ്യാകരണ സൂത്രങ്ങളുടെ നിയമമൊക്കെ വച്ച് ഈ മാൻ ധാതുവിൽ സൻ പ്രത്യയം വരും. സൻ പ്രത്യയത്തോടുകൂടി, സൻ പ്രത്യയത്തിൽ വരുന്നതിനെ അപ്രത്യയാദ് എന്ന സ്ത്രീ പ്രത്യയ സൂത്രവും അജാദ്യത ഷ്ടാപ് എന്ന ഷ്ടാപ് പ്രത്യയവും ചേർക്കുമ്പോൾ അത് മീമാംസ എന്ന് കിട്ടും. അപ്പോൾ അതിനർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. വാചസ്പതി മിശ്ര അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ഭാമതിയിൽ ഈ മീമാംസ ദർശനത്തെക്കുറിച്ചുള്ള അർത്ഥവിധാനം ചെയ്തപ്പോൾ ഇത് വ്യക്തമായിട്ട് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മീമാംസ ദർശനം, മീമാംസ എന്ന് പറഞ്ഞാൽ ഈ വിചാരം എന്നർത്ഥം. അപ്പൊ അത് രണ്ട് പ്രകാരത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഒന്ന് പൂർവമീമാംസ, മറ്റൊന്നിനെ ഉത്തരമീമാംസ. പൂർവമീമാംസ എന്ന് പറയുമ്പോൾ ആദ്യമുണ്ടായ ഈ വിചാരം, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിന്റെ വിചാരം. ഉത്തരമീമാംസ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്തിന്റെ വിചാരം, അഥവാ പിന്നീടുണ്ടായ വിചാരം എന്നാണ് അർത്ഥം വരിക. പക്ഷെ ഈ വ്യവസ്ഥ, ഈ വിഭാഗം മീമാംസകർ അംഗീകരിക്കുന്നില്ല. ഈ മീമാംസകരുടെ രീതിയിൽ നോക്കിയാൽ ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം എന്ന വിഭാഗമേ ഇല്ല. ഈ വിഭാഗം ശങ്കരാചാര്യ സ്വാമിജികൾക്ക് ശേഷം വന്നതാണ്. ജ്ഞാനകാന്ഡം വേറെ, കർമ്മകാന്ഡം വേറെ. കാരണം ശങ്കരാചാര്യ സ്വാമിജികളാണ് ജ്ഞാനകാന്ഡത്തിന്റെ അധികാരി വേറെ, കർമ്മകാന്ഡത്തിന്റെ അധികാരി വേറെ എന്ന് വിഭാജനം ചെയ്ത് പ്രതിപാദിച്ചത്. അതിനു മുമ്പ് വന്നവര് ഈ ഇത്തരത്തിലുള്ള വിഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രഭാകരുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞതുപോലെ അവർ ചിന്തിച്ചിരിക്കുന്നു. പക്ഷേ വ്യക്തമായിട്ട് രണ്ടും വേറെ വേറെ ആണെന്ന് പറയാനുള്ള ധൈര്യം ആരും കാണിച്ചില്ല. പ്രഭാകരനും അങ്ങനെ പറഞ്ഞില്ല. അതിവിടുത്തെ വിഷയമല്ലാത്തോണ്ട് പ്രതിപാദിക്കുന്നില്ല, അത് അവിടെ പഠിച്ചോളൂ എന്ന് പറഞ്ഞുവെങ്കിലും ഇത് രണ്ട് അധികാരികൾക്കാണ് എന്ന് വ്യക്തമായി പ്രതിപാദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഭാഗം അവിടെ വ്യക്തമല്ല. കർമ്മകാന്ഡം വേറെ, ജ്ഞാനകാന്ഡം വേറെ. കാരണം എന്താണ്? മീമാംസ അനുസരിച്ച് കർമ്മകാന്ഡം ഒന്നേ ഉള്ളൂ. ആരാണോ കർമ്മകാന്ഡം ചെയ്യുന്നത് അയാളാണ് പിന്നെ ആ സ്വർഗം എന്ന സുഖം, പരമമായ സുഖം പ്രാപിക്കുന്നത്. പിന്നെ ഇവിടെ കാണ്ഡം വേറെ ആക്കുന്ന വിഷയമില്ല. കാണ്ഡം വേറെ ആക്കിയാൽ, അധികാരിയെ വേറെ ആക്കിയാൽ വൈദിക വ്യവസ്ഥ നഷ്ടമാകും എന്നാണ് മീമാംസകരുടെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? ഇപ്പൊ പറഞ്ഞ അതേ സ്ഥിതി വരും. എല്ലാവരും ജ്ഞാനകാന്ഡത്തിലേക്ക് പോകും. അവിടെ പിന്നെ നിയമങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ബ്രഹ്മമാണ്, എല്ലാം മായയാണെന്ന് പറഞ്ഞ് വേണ്ടതുപോലെയൊക്കെ ജീവിക്കാം. ഏതവസ്ഥയിൽ നിന്നുകൊണ്ട്
നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ആഹാര, നിദ്ര, ഭയം, മൈഥുനത്തിനൊന്നും വ്യവസ്ഥ വെക്കേണ്ട കാര്യമില്ല. കാരണം അതിനൊക്കെ അപ്പുറത്താണല്ലോ ഇത് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാം തിരിഞ്ഞു പറഞ്ഞു പോകുമെന്ന ഭയം ഉണ്ടായതുകൊണ്ട് അവരൊരിക്കലും ഇങ്ങനൊരു അധികാരി ഭേദം അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ അവിടെ അധികാരി ഒന്ന് തന്നെയാണ്. ജ്ഞാനകാന്ഡമായാലും കർമ്മകാന്ഡമായാലും അധികാരി ഒന്ന് തന്നെയാണ്. എങ്കിലും പിന്നീട് ഈ ദർശനശാസ്ത്രങ്ങളുടെ വിചാരം വന്നപ്പോൾ, ആ വ്യവസ്ഥ വന്നപ്പോൾ വേദത്തിന്റെ പൂർവഭാഗത്തെ പ്രതിപാദിക്കുന്നത് എന്ന അർത്ഥത്തിൽ പൂർവമീമാംസയായി. വേദത്തിന്റെ ഉത്തരഭാഗമായ ഉപനിഷത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉത്തരമീമാംസയായി. അല്ലെങ്കിൽ ഉത്തരമീമാംസയ്ക്ക് പൂർവമായ വിചാരം എന്ന് പറഞ്ഞാൽ ഉത്തരമീമാംസയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയുന്ന വാദങ്ങൾ എന്ന അർത്ഥത്തിലും പൂർവമീമാംസ, ഉത്തരമീമാംസ എന്ന വിഭാഗം ചെയ്യാൻ പറ്റും. പൂർവമീമാംസയുടെ രചയിതാവ് ജൈമിനി മഹർഷിയാണ്. ജൈമിനി മഹർഷിയാണ് പൂർവമീമാംസയെ രചിച്ചത്. ജൈമിനി മഹർഷി വേദവ്യാസന്റെ തന്നെ ശിഷ്യനായിരുന്നു. വേദവ്യാസന്റെ 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹം വേദത്തെ വിഭാജനം ചെയ്തിട്ട്, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന വേദവിഭാജനം ലക്ഷണങ്ങൾ വച്ച് വേദവിഭാജനം ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ഓർക്കേണ്ടത്, ഈ 4 വേദങ്ങൾ വേദവ്യാസൻ ഉണ്ടാക്കിയെന്നല്ല. 4 വേദങ്ങളും ഉണ്ടായിരുന്നു. അത് കർമ്മകാണ്ഡത്തിന്റെ വ്യവസ്ഥയിൽ പ്രയോഗത്തിൽ മിശ്രിതമായി പോയിരുന്നു. അപ്പോൾ കർമ്മകാണ്ഡം ചെയ്യുന്നവരാണ്, യജ്ഞയാഗാദികൾ ചെയ്യുന്നവരാണ് ഈ 4 വേദവും പ്രയോഗിച്ചിരുന്നത്. അത് പഠിച്ച് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇതിൻ്റെ ലക്ഷണം എന്താണ്, ഓരോ വേദവും പ്രത്യേകം എങ്ങനെയാ തിരിച്ചറിയാമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു. മിശ്രിതമായ ഒരവസ്ഥയിലായിരുന്നു. അതിനെ അദ്ദേഹം എഡിറ്റ് ചെയ്തു. വ്യാസൻ എന്ന് പറയുന്ന ആ പദം കിട്ടിയത് തന്നെ വ്യാസജ്യത ഇതി വ്യാസഃ. അങ്ങനെ അതിനെ വിസ്തരിച്ച് പ്രത്യേക ലക്ഷണങ്ങളോടുകൂടി, ഇപ്പൊ ഋഗ്വേദാദികളുടെ ലക്ഷണങ്ങൾ നമ്മൾ വരുന്ന ഭാഗത്ത് നോക്കും. അങ്ങനെ ആ ലക്ഷണങ്ങൾ കണ്ടെത്തി ആ ലക്ഷണങ്ങൾ അനുസരിച്ച് വേദത്തെ വിഭാജനം ചെയ്തു. എന്നിട്ട് 4 ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ പരമ്പര അങ്ങനെ തുടർന്നു. അതില് സാമവേദം പഠിപ്പിച്ച ശിഷ്യനായിരുന്നു ജൈമിനി മഹർഷി. ഋഗ്വേദം പൈങ്ക ഋഷി എന്ന ഋഷിക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഭാഗവതത്തിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. പൈങ്കൻ എന്ന ഋഷി, അദ്ദേഹത്തിനാണ് ഋഗ്വേദം പഠിപ്പിച്ചു കൊടുത്തത്. യജുർവേദം വൈശമ്പായന ഋഷിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഥർവവേദം സുമന്തു എന്ന ഋഷിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ 4 ഋഷിമാരുണ്ടായിരുന്നതിൽ സാമവേദ ഋഷിയായിരുന്നു ജൈമിനി മഹർഷി. പിന്നെ ജൈമിനി മഹർഷി അദ്ദേഹത്തിൻ്റെ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് മീമാംസ ദർശനത്തെയും രചിച്ചു എന്നാണ് സാമാന്യമായി കണക്കാക്കപ്പെടുന്നത്. ദർശനശാസ്ത്രത്തിൽ ജൈമിനി മഹർഷിയുടെ സൂത്രങ്ങളിൽ തന്നെ പല സ്ഥലത്തും ബാദരായണൻ എന്ന പേരിൽ ഋഷിയുടെ അഭിപ്രായം അവിടെ പ്രകടമാക്കിയിട്ടുണ്ട്. അനേകം ഋഷികളുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടമാക്കിയിട്ടുണ്ട്. അതത് സൂത്രങ്ങളിൽ അതത് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് 2 പേരുടെ അഭിപ്രായം ഒന്നാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ വേദത്തിന്റെ നിത്യത്വത്തെക്കുറിച്ചും അപൗരുഷേയത്വത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ജൈമിനി മഹർഷി 12 അധ്യായങ്ങളിലായിട്ട് ഈ സൂത്രരചന നടത്തി. 12 അധ്യായങ്ങളിലായിട്ട് 2745 സൂത്രങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2745 എന്ന കണക്കിൽ 2-3 വികല്പങ്ങളുണ്ട്. അതുകൂടി പറയണം. ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ 2745 എന്ന് കാണില്ല. അതുകൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഈ 2745 അല്ലാത്ത
2735 എന്നൊരു കണക്ക്, പിന്നെ 2644 എന്ന മറ്റൊരു കണക്ക്. ഇങ്ങനെ 3 കണക്ക് കാണാം. ഈ 3 കണക്ക് കാണുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ചില സൂത്രങ്ങളെ 1 ആയിട്ടും 2 ആയിട്ടും 3 ആയിട്ടും ഒക്കെ വിഭജിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ സൂത്രം എന്ന് വയ്ക്കുക, ആ സൂത്രത്തിന്റെ ഹേതുഭാഗത്തെ മറ്റൊന്നായിട്ടും പ്രതിജ്ഞാഭാഗത്തെ മറ്റൊന്നായിട്ടും അങ്ങനെ സൂത്രങ്ങളുടെ വിഭാജനം ചെയ്തിട്ടുണ്ട്. അത് ഓരോ വ്യാഖ്യാതാക്കള്, ഇപ്പോൾ കുമാരലി ഭട്ടൻ ചെയ്തത് ഒരു രീതിയിലാണെങ്കിൽ പ്രഭാകരൻ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തു. പിന്നെ വന്ന മുരാരി മിശ്ര അദ്ദേഹം അതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് മാറ്റി. ഇങ്ങനെ വ്യാഖ്യാതാക്കൾ അതിനെ മാറ്റിയതനുസരിച്ചിട്ടാണ് ഈ നമ്പറിൽ വ്യത്യാസം വന്നത്. 2644 എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ നമ്പർ. അത് കഴിഞ്ഞാൽ 2735, 2745. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഏറ്റവും നമ്പർ കൂടിയ ആ സംഖ്യ വെച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ. അപ്പോൾ അധ്വര മീമാംസ കുതൂഹലം എന്ന ഗ്രന്ഥമുണ്ട്. അതിലൊക്കെ ഈ വ്യവസ്ഥ അനുസരിച്ചാണ് പോകുന്നത്. ഈ ഇത്രയും സൂത്രങ്ങളെ 12 അധ്യായങ്ങളിൽ 60 പാദങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രന്ഥത്തിന്റെ ഒരു കളയവരമാണ് പറയുന്നത്. 60 പാദങ്ങളിൽ വിഭജിച്ചിട്ടുണ്ട്. വളരെ വിസ്തരിച്ചതാണ്. ബ്രഹ്മസൂത്രത്തിലൊക്കെ കേവലം 16 പാദങ്ങളേ ഉള്ളൂ. 60 പാദങ്ങളുടെ വിഭാഗം. ഇതില് 3-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും 8 പാദങ്ങൾ വീതമുണ്ട്. ബാക്കി അധ്യായങ്ങളില് 4 പാദങ്ങൾ വീതം. അപ്പൊ ഈ പാദവ്യവസ്ഥയിൽ വിവാദമൊന്നുമില്ല. പാദവ്യവസ്ഥ ഈ 60 തന്നെയാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ 60 പാദങ്ങളെ ഓരോ പാദത്തിലും അധികരണങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അധിക്രിയതേ ഇതി അധികരണം, അധിക്രിയതേ വിഷയീക്രിയതേ ഇത്യധികരണം. അധികരണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച. വേദത്തിൽ വന്ന ഒരു വിഷയം എടുക്കുന്നു, ഇപ്പം അഗ്നിഹോത്രം എന്നുള്ളൊരു വിഷയം. ആ വിഷയ സംബന്ധമായിട്ടുണ്ടാകുന്ന ഒരു സംശയം, അതൊരു കേസ്. ആ കേസിനെ വാദിക്കുന്നു. അങ്ങനെ വാദിച്ചതിന് ശേഷം, പ്രമാണങ്ങളിലൂടെ വാദിച്ചതിന് ശേഷം ഒരു നിശ്ചയത്തിലെത്തുന്നു. ഇപ്പം എങ്ങനെയാണോ നമ്മൾ കോർട്ടില് വാദിയും പ്രതിവാദിയും നിന്ന് വാദിക്കുന്നത്, നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത്. ഒരു കേസുണ്ട്, ഒരു വാദി, മറ്റൊരു പ്രതിവാദി. വാദം കഴിഞ്ഞാൽ, പ്രമാണങ്ങളുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വാദം കഴിഞ്ഞാൽ അവസാനം ഒരു നിർണയം വരും. അതുപോലത്തെ രീതിയാണ് ഈ മീമാംസ ദർശനത്തില്, അതുപോലെ വേദാന്ത ദർശനത്തിലൊക്കെ അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരോ അധികരണങ്ങൾ എടുത്ത് വാദിക്കുന്നതിനെയാണ് ഈ അധികരണം എന്ന് പറയുന്നത്, ഓരോരോ സബ്ജക്റ്റ്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമാകും കാര്യം. ഇപ്പോ വേദത്തിന്റെ അപൗരുഷേയത്വത്തെ കുറിച്ചൊക്കെ പറയുന്നത് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. പൂർവപക്ഷങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ സംശയങ്ങൾ നമ്മൾ വേദത്തെക്കുറിച്ച് ഉന്നയിക്കുന്നത്, അതൊക്കെ അന്നേ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില സമയത്ത് വളരെ ഗംഭീരമായ വാദങ്ങളായിരിക്കും, ചില സമയത്ത് വളരെ നമുക്ക് സഹജമായി തോന്നുന്ന വാദങ്ങൾ. അങ്ങനെ വളരെ രസമാണ് ഈ വാദരീതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യർക്കാണ് വേദത്തിൽ കർമ്മം ചെയ്യാൻ അധികാരം എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞ വാദങ്ങളിൽ കാണുന്നത് എന്താണ്? മറ്റ് ജീവികൾക്ക് എന്താ വേദത്തിൽ കർമ്മം ചെയ്യാൻ അധികാരമില്ലാത്തത്? അവർക്ക് എന്താ സ്വർഗത്തിനെ കുറിച്ച് ആഗ്രഹമില്ലാത്തത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു പരമമായ സുഖമാണല്ലോ. സുഖം എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത് മാത്രമായി നിങ്ങൾ പറയുന്നു? മനുഷ്യനെ മാത്രമായിട്ട് എന്തുകൊണ്ട് പറയുന്നു? നമുക്കിന്ന് ഉന്നയിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പൊ അവിടെ സരളമായി പറയുന്ന ഒരു തർക്കമുണ്ട്. അതായത് ഒന്ന് ആലോചിക്കൂ, ഒരു പശുവിനെ കൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യിപ്പിക്കുകയാണെന്ന് ആലോചിക്കൂ. എത്ര ബുദ്ധിമുട്ടാണ്. പശുവിന് ഇരിക്കാൻ പറ്റില്ല, വേദത്തിൽ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹുതി കൊടുക്കാൻ പറഞ്ഞു, ശ്രുവം പിടിച്ച ആഹുതി എങ്ങനെയാ കൊടുക്കുക? അതിന് കൈയില്ല, അതിന് അതിന്റെ പ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയില്ല. ശൗചാദി നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാവാം, പശുവിനും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, അത് നമുക്കറിയില്ല.
പക്ഷേ വേദം വിധിക്കുന്ന പ്രകാരം അവർക്കത് ആചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വേണ്ട എന്ന് പറയുന്നു. നോക്കൂ, എത്ര വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിനുത്തരം പറയും. അങ്ങനെയുള്ള തർക്കങ്ങളും വരും, ചിലതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള തർക്കങ്ങളും വരും. അപ്പം നല്ല രസമാണ് ആ പൂർവപക്ഷം. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അധികരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സൂത്രങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഇത് മുഴുവനാക്കാനായിട്ട് വർഷമെടുക്കും, കാരണം സൂത്രങ്ങളുടെ ഓരോന്ന് അർത്ഥം പറഞ്ഞു പോകുമ്പോഴേക്കും. അപ്പോൾ അധികരണങ്ങളുടെ വിഷയം, ഓരോ അധികരണത്തിലെ വിഷയം നമ്മൾ പറയും. അധികരണത്തിൻ്റെ ലക്ഷണമുണ്ട്, അത് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ആ വിഷയത്തിൻ്റെ പൂർവപക്ഷം എന്തായിരുന്നു, നിർണയം എന്തായിരുന്നു, ഇത്രയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പാദങ്ങളായ 60 അധികരണങ്ങൾ പറയുന്നത്, അധികരണങ്ങളിൽ 2 പക്ഷമുണ്ട്. 961 അധികരണങ്ങൾ, അതായത് 961 വിഷയങ്ങൾ ഈ 2745 സൂത്രങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അധികരണങ്ങളുടെ പേരിൽ 961 എന്നുള്ളത് ഒരു പക്ഷം. മറ്റൊരു പക്ഷം 909, അങ്ങനെ 2 പക്ഷം ഇവിടെയുണ്ട്. അത് ഇതുപോലെയാണ്. ചില അധികരണങ്ങളെ 1 കണക്കാക്കുന്നു, ചില അധികരണങ്ങളെ 2 കണക്കാക്കുന്നു. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വരുന്ന വിഷയം 2-3 രീതിയിൽ പറയാം. അപ്പോൾ ആ 2-3 രീതിയിൽ പറയുന്നതാണ് ഈ അധികരണ വിഭാഗം വന്നത്. ഇതാണ് പൂർവമീമാംസ ദർശനത്തിൻ്റെ ഒരു കളയവരം, അതിൻ്റെ ഒരു രൂപം. ഇപ്പം ഇത്രയും കാര്യങ്ങളുള്ള ദർശനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ബ്രഹ്മസൂത്രത്തിൽ കേവലം 555 സൂത്രങ്ങളാണുള്ളത്. ഇപ്പം ഇവിടെ വരുമ്പോൾ അത് 2745 ആകും. കാരണം കർമ്മകാണ്ഡത്തിൻ്റെ വ്യവസ്ഥയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അങ്ങനെയാണ് ഇത്രയും വിസ്താരം വന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി തുടർന്ന് വരുന്നതിൽ ഈ മീമാംസ ദർശന സംബന്ധമായിട്ടുള്ള 3 പ്രസ്ഥാനങ്ങൾ, 3 വേറെ വേറെ മതങ്ങൾ, കുമാരലി ഭട്ടൻ്റെ, പ്രഭാകരൻ്റെ, അതുപോലെ മുരാരി മിശ്രയുടെ മതം, അത് അവരുടെ വിഷയങ്ങൾ, പിന്നെ അതിനു മുമ്പായിട്ട് നമ്മൾ മീമാംസ ദർശനത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ഒന്ന് പരിചയപ്പെടും. കാരണം നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥങ്ങളുടെ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോൾ ആചാര്യന്മാരുടെ പേര് വരും. അപ്പോൾ ആദ്യം തന്നെ അത് പരിചയപ്പെട്ടിരുന്നാൽ ഈ ഗ്രന്ഥങ്ങൾ ഈ ആചാര്യൻ എന്നുള്ള രീതിയിൽ അറിയാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ പ്രഭാകരൻ എന്ന് പറയുമ്പോൾ പ്രഭാകരൻ ആരായിരുന്നു, മുരാരി മിശ്ര എന്ന് പറയും, മുരാരി മിശ്ര ആരായിരുന്നു, പാർത്ഥസാരഥി മിശ്ര, അപ്പോൾ ഇവരൊക്കെ ആരായിരുന്നു എന്ന് അറിയാനായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഒരു 10-30 ഗ്രന്ഥങ്ങളും അത് മീമാംസ കൂടുതൽ പഠിക്കുന്നവർക്കും റിസർച്ച് ചെയ്യുന്നവർക്കും ഉപയോഗപ്പെടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ട് പിന്നെ നമ്മൾ വിഷയപ്രതിപാദനത്തിൽ ഈ 3 പക്ഷങ്ങൾ വയ്ക്കും. അതനുസരിച്ച് പിന്നെ വിഷയപ്രതിപാദനം മുന്നിലേക്ക് കൊണ്ടുപോകും. അതുപോലെ 12 അധ്യായങ്ങളുടെ ഒരു വിഷയ പരിചയപ്പെടുത്തലും വേണം. കാരണം 12 അധ്യായത്തിലെ എല്ലാ വിഷയങ്ങളും, എല്ലാ അധികരണങ്ങളും നമ്മളിവിടെ എടുക്കുന്നില്ല. 147 മറ്റു അധികരണങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് സംഗ്രഹിച്ചെടുത്തിട്ടുള്ളത് സമയത്തിൻ്റെ നിശ്ചയം അനുസരിച്ച്. അപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. എന്നാലും 12 അധ്യായങ്ങളുടെ മൊത്തമായ വിഷയങ്ങൾ എന്താണ്, ഓരോ അധ്യായത്തിനെയും വ്യക്തമായിട്ട് പരിചയപ്പെടുന്നത് അത് വളരെ നന്നായിരിക്കും. അപ്പോൾ മൊത്തം ഗ്രന്ഥത്തിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരും. എന്നിട്ട് വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വരുന്ന റെഫറൻസും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യുക.